കേരള ടൂറിസവും കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിപണിയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ടൂറിസം ഷോപ്പിംഗ് എന്ന കോൺസെപ്റ്റിൽ തുടങ്ങിയ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അഥവാ GKSFൻ്റെ 8ാമത്തെ സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് GKSFൻ്റെ ഡയറക്ടർ മിസ്റ്റർ അനിൽ മുഹമ്മദ്. സ്വാഗതം. ഈ GKSF വളരെ ഈ സീസണിൽ ഇത് 8ാമത്തെ സീസണാണ്. കഴിഞ്ഞ 7 സീസണും ശരിക്ക് കേരളത്തിലെ ടൂറിസം ഇവിടുത്തെ സാധാരണ ജനങ്ങളും ശരിക്കും ഇരുന്ന് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതിന് നല്ലൊരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഈ കോൺസെപ്റ്റ് കൊണ്ട് ഇപ്പോൾ ഈ കോൺസെപ്റ്റിൽ ഇത്തവണത്തെ 8ാമത്തെ സീസണിൽ എന്തൊക്കെയാണ് പുതുമകൾ വന്നിട്ടുള്ളത്? അതായത് ഈ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ആശയം 7 വർഷം മുമ്പ് ഉണ്ടായതാണ്. അതെ. ഇപ്പോൾ കേരളത്തിൻ്റെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ നാട് കാണാനുമായി ധാരാളം വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആഭ്യന്തര ടൂറിസ്റ്റുകളും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ കേരളത്തിലേക്ക് ഇവർ വരുമ്പോൾ എല്ലാ വിനോദയാത്രകളിലും എല്ലാ സഞ്ചാരങ്ങളിലും നമുക്കെല്ലാവർക്കും അറിയാം, കാഴ്ചകൾ കാണുന്നതിനപ്പുറം അവരുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ ചിലത് കരുതുക, കൂടെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് മെമെൻറ്റോസ് അതിൻ്റെ ഒരു യാത്രയുടെ ഒരു പൂർണ്ണതയുടെ ലക്ഷ്യമാണ്. അപ്പോൾ ആ തരത്തിൽ ഈ ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അതുപോലെ തദ്ദേശീയമായ ഉൽപ്പന്നം, കേരളത്തിന് സ്വന്തമായ ഒരു കൂട്ടം ഉൽപ്പന്നങ്ങളുണ്ട്. 40ഓളം കരകൗശലങ്ങളുടെ നാടാണ് കേരളം. അതുകൂടാതെ കൈത്തറി, അങ്ങനെ അടക്കമുള്ള കയർ, അതുപോലെയുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ കേരളത്തിനുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെ വിദേശികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഈ ടൂറിസം സാധ്യത മുതലെടുക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്ന ഒരു ദ്വിമുഖ തന്ത്രമായിരുന്നു ഇതിൻ്റെ ഒരു പ്രാരംഭം. ഇപ്പോൾ വർത്തമാനകാലത്തിലെത്തിയപ്പോൾ ഇപ്പോൾ നമ്മുടെ റീറ്റെയിലിംഗ് രംഗത്ത് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. നമുക്കറിയാം, ധാരാളം ബ്രാൻഡഡ് ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനികൾ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. അത് നോക്കുമ്പോൾ ഒരുപക്ഷെ ആകർഷണീയമാണ്, വിലക്കുറവാണ്, പിന്നെ ട്രാഫിക്കിൻ്റെ കുരുക്കുകളില്ലാതെ, ഷോപ്പിങ്ങിൻ്റെ തിരക്കുകളില്ലാതെ സ്വസ്ഥമായി വീട്ടിലിരുന്ന് വാങ്ങാം, ഈ സാധ്യതകളൊക്കെ. പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു 10% കണക്കാക്കപ്പെടുന്നത് 10% നമ്മുടെ വിപണിയുടെ ഒരു വിൽപ്പന ഈ ഓൺലൈനിലേക്ക് മാറി. ന്യൂ ജനറേഷൻ എല്ലാം പൊതുവെ ഓൺലൈനിനോടൊരു ആഭിമുഖ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും, അത് ഗവൺമെൻറ്റിന് നികുതി ലഭിക്കുന്നില്ല, അതിനെ നിയന്ത്രിക്കാൻ ചില കാര്യങ്ങളില്ല, അതിൻ്റെ ക്രെഡിബിലിറ്റി ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റീറ്റെയിലിംഗ് ശൃംഖലയിൽ ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അവരുടെയെല്ലാം ഒരു നിലനിൽപ്പ്, ജീവിതം, ഇതെല്ലാം അപകടത്തിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഈ നേരത്തെ പറഞ്ഞ ടൂറിസം സാധ്യതയെ പ്രയോജനപ്പെടുത്തുക, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അതോടൊപ്പം ഈ ഓൺലൈനിങ് മാർക്കറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രശ്നത്തെ അതൊന്ന് പ്രതിരോധിക്കാൻ കഴിയുക. ഇങ്ങനെ ഇത്തരത്തിൽ ഇത് മൂന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താണ് സീസൺ 8 എന്ന് പറയുന്ന നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ സീസൺ 8 ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. കാരണം ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ട്. പക്ഷേ ഈ ടൂറിസത്തിൻ്റെ ഒരു വലിയൊരു സാധ്യത, അതായത് നമ്മളൊരു സ്ഥലത്ത് പോവുകയും നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഓർമ്മ എന്ന നിലയ്ക്കൊരു മെമൻറ്റോ കൊണ്ടുപോവുകയും അതൊക്കെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗിൽ അതൊന്നും നടക്കില്ലല്ലോ. അത് ദേ ആർ ലൂസിങ് എ ലോട്ട്. അതവർ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ഓൺലൈൻ ഷോപ്പിംഗിന്റെ കൊണ്ടുള്ള ഗുണം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ടൂറിസത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇല്ലാണ്ടിരിക്കുക എന്ന് പറയുന്നത് ദേ ആർ ലൂസിങ് എ ലോട്ട്. അതെ. അവിടെ ഒരു 2 കാര്യമുണ്ട്. ഞാൻ ഇത്തവണ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ആശയത്തിൽ ഇതൊരു വിൽക്കൽ വാങ്ങൽ പ്രക്രിയയ്ക്ക് അപ്പുറത്ത് നമുക്ക് ഓരോ സീസണിലും ഒരു സെറ്റ് ഓഫ് പുതിയ പ്രോഡക്ട്സ് നമുക്ക് വിപണിയിൽ അവതരിപ്പിക്കാനുണ്ടാവണം. നമ്മൾ കൺവെൻഷണലായി കുറച്ച് പ്രോഡക്ട്സുകൾ, നമ്മളിപ്പോൾ തഴപ്പ, കൈത്ത്, കച്ചിപ്പടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പായ എന്നൊക്കെ പറഞ്ഞ കൺവെൻഷണൽ പ്രോഡക്റ്റുകളിൽ നിന്ന് വ്യതിചലിച്ച് കുറച്ച് പ്രോഡക്റ്റുകൾ അവതരിപ്പിക്കാൻ കഴിയണം. ഒരു ട്വിസ്റ്റ് കൊടുത്ത് അതിനൊരു ഡിസൈൻ ഒരു വേരിയേഷൻ നടത്തി ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇത് കൊണ്ടുവന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തു. പിന്നെ ഒരു കൺസ്യൂമർ ടെൻഡൻസി ഉണ്ട്. ഇപ്പോൾ കരകൗശലം എന്ന് പറയുന്നത് ഡെക്കറേറ്റീവ് മെറ്റീരിയൽസിനപ്പുറത്ത് കുറച്ചുകൂടി ഉപയോഗപ്രദമായ വസ്തുക്കളിലേക്ക് അത് മാറാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മുള കൊണ്ടുള്ള പുട്ടുകുറ്റി. അപ്പോൾ പണ്ട് മുള എന്ന് പറയുന്നത് ഒരു ഡെക്കറേറ്റീവ് വസ്തുവായിരുന്നെങ്കിൽ അതൊരു പുട്ടുകുറ്റിയായി മാറുമ്പോൾ അതിനൊരു ആവശ്യം കൂടി ഉണ്ടാകുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് അങ്ങനെ അത്തരത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റാൻ കഴിയണം. അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയണം. ഒരു കാലത്ത്, അതായത് വളരെ മുമ്പ്, മേ ബി ഒരു 50 years ബാക്കോ മറ്റു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളകളിൽ തന്നെ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ പറഞ്ഞ മുളനാഴി, മുള കൊണ്ടുള്ള പുട്ടുകുറ്റി, അതുപോലെ പല സാധനങ്ങളും. ഈവൻ മുറ്റമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളയുടെ കമ്പ് കൊണ്ട് ഒരു വീതിയുള്ള ഇതുപോലെ ഉണ്ടാക്കി, ബ്രഷ് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന മുളയുടെ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ തന്നെ വളരെ ഹാൻഡി ആയിട്ടും കുറച്ച് അട്രാക്റ്റീവായിട്ടും കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു മെമൻറ്റോയും ആവും,
എന്താ പറയാ ടൂറിസവും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അതെ, അങ്ങനെ അത്തരത്തിലൊരു ഇത് വരുത്തണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു പർച്ചേസിനപ്പുറത്ത് ഇതൊരു അനുഭവമാക്കി മാറ്റണം. ഷോപ്പിംഗ് ഒരു ഫീലാണ്. ഇപ്പോൾ നമ്മുടെ ഈ വിദേശികൾ അധികവും ആഭ്യന്തര ടൂറിസ്റ്റ് ആയാലും അതുപോലെ തന്നെ വിദേശ ടൂറിസ്റ്റുകളായാലും അധികം ആളുകളും വരുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിലെ ഒരു ശീതീകരിച്ച സംവിധാനത്തിൽ താമസിക്കുന്നൊന്നും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല വരുന്നത്. കാരണം ബിക്കോസ് ആ ഒരു അവരനുഭവിക്കുന്ന ഒരു മോഡേണൈസേഷന്റെ ഒരു എന്താ പറയുന്നത് ഒരു ഹൈ എൻഡ് ഫീലിംഗ്സ് ഒന്നും ഒരുപക്ഷെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവർക്കൊരു ഒറിജിനൽ വില്ലേജ് ലൈഫ് ഫീൽ ഈ ആക്ടിവിറ്റി ഒന്ന് കാണണം ചെയ്യുന്നതെന്ന് കാണാം. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി അവർ ദേ ഷുഡ് ബൈ സംതിങ് ഫ്രം ദ ആർട്ടിസൻസ് ഡയറക്ട്ലി. അതുണ്ടാക്കുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ വേറെ നമ്മൾ എല്ലാ ഈ ടൂറിസ്റ്റുകളുടെ വിഷയം വിട്ടാൽ തന്നെ ഇപ്പം കേരളത്തിലെ തന്നെ നമ്മുടെ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ കുട്ടിയോട് ഈ കയർ എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും ഒരു പ്രോസസ്സ് പോലും അറിയില്ല. ഇതെല്ലാം കണ്ടിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം വെള്ളത്തിൽ തൊണ്ട് മുക്കി അത് അഴുകി അത് തല്ലി അത് പിരിച്ച് അതിനെ വേവ്സാക്കി ഇങ്ങനെ മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് കണ്ടാൽ ഈ ഒരു പ്രോഡക്റ്റ് കാണുമ്പോഴത്തേക്ക് അവനിലേക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ഇങ്ങനെ പോവുകയാണ്. അതിൽ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു വാല്യൂ എഡ്യൂക്കേഷനാണ്. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നു എൻ്റെ കയ്യിൽ കാശുണ്ട് നിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം വേണം എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ആ ഒരു ആക്ടിവിറ്റിക്ക് അപ്പുറത്തേക്ക് ഇതിനെ ഒന്ന് വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനമായ ഫോക്കസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദുകാർ ഇവിടെ വന്നിരുന്നു. അവർ നമ്മുടെ കൊല്ലത്തൊരു KSID കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സാറിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരുമായിട്ട് ചേർന്നപ്പോൾ അവരോട് നമ്മൾ ഞാൻ ആവശ്യപ്പെട്ടത് നെക്സ്റ്റ് സീസണിൽ യു ഷുഡ് കം അപ്പ് വിത്ത് ഒരു ഡസൺ ഓഫ് അറ്റ്ലീസ്റ്റ് ഒരു ഡസൺ പ്രോഡക്ട്സ്, കുറച്ച് പുതിയ പ്രോഡക്ട്സ് നമുക്ക് കേരളത്തിലെ ആളുകളെയും അതുപോലെ വരുന്ന ടൂറിസ്റ്റുകളെയും എല്ലാം കാണിക്കാം. ദീസ് ആർ ദ ഇന്നോവേഷൻസ്. അങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റണം. അതാണ് ഒരു കാര്യം. രണ്ടാമത് ഈ GKSFൻ്റെ ഒരു സംഗതി ഒരു ഫെസിലിറ്റേഷൻ ഓഫ് എന്താ പറയുന്ന ആ ബിസിനസ് ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ആശയം ഉണ്ടാകണം. ഒരു ഉത്തരവാദിത്ത ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇതിനകത്ത്. ഒന്ന് കസ്റ്റമറോട് ഇപ്പം ലിനൻ ഷർട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ പോലും ഈ ലിനൻ എന്താണെന്നോ അതിന്റെ പ്രോസസ് എന്താണെന്നോ അറിഞ്ഞുകൂടാ. ആകെ അതിന്റെ മെറിറ്റ് പറയുന്നത് ഇതിന് മീറ്ററിന് 2000 രൂപ വിലയാണ് അല്ലെങ്കിൽ 1500 രൂപയാണെന്ന് പറഞ്ഞ് ധരിക്കുകയാണ്. അതെ, അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഉത്തരവാദിത്ത ഷോപ്പിങ്ങിന്റെ റെസ്പോൺസിബിൾ ഷോപ്പിങ്ങിന്റെ ഭാഗമാണ് ഈ അതിന്റെ ആ ട്രേഡറും ഈ കൺസ്യൂമറും തമ്മിലുള്ള നല്ലൊരു ആശയവിനിമയം ഒന്ന്. രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് പാലിക്കേണ്ട കുറേ എത്തിക്സ് ഉണ്ടല്ലോ ബിസിനസ്സിൽ. ലൈക്ക് അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ റേറ്റ്, അതിനെ സംബന്ധിക്കുന്ന ഒരു എത്തിക്സിൻ്റെ ഒരു മെസ്സേജ് പോകണം. പിന്നെ മൂന്നാമതായി നമ്മൾ ഈ പല നല്ല മനോഹരമായ ഡ്രസ്സുകൾ വാങ്ങുമ്പോഴും ഇത് വാങ്ങിക്കാൻ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവകാശമില്ലാത്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പം നമ്മളൊരു നല്ല വസ്ത്രം വാങ്ങുമ്പോൾ ഒരു പേര് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് കൂടി ഒരുപക്ഷെ വൃദ്ധമന്ദിരത്തിൽ അല്ലെങ്കിൽ വികലാംഗ മന്ദിരത്തിൽ അല്ലെങ്കിൽ അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്നവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാശയം കൂടി. ഞാൻ ബേസിക്കലി ഒരു MSW കാരനാണ്. ഞാനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് അല്ല എൻ്റെ, അപ്പോൾ സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനകത്ത് ഇത്തരത്തിലുള്ള ചില എത്തിക്സും കൂടിയൊക്കെ ചേർത്തിട്ട് വേണം. നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ കാണുന്ന ഒത്തിരി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു, അങ്ങനെ പോകുന്നു, തിരിച്ചു പിടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഈ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഹോൾ ഓഫ് മെനി തിങ്സ്. അപ്പം ഇതിലൊന്നും വേണ്ട. ഇപ്പം ഞാൻ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഒരെണ്ണം കൂടി അധികം വാങ്ങിച്ച് എനിക്കൊരു രോഗിക്കോ ഒരു വൃദ്ധയ്ക്കോ കൊടുക്കുമ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിന്നിട്ട് കാണുകയാണ് ഇതെന്തിനാണ് വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനാണെന്ന് പറയാം. ആ വാല്യൂ അവർക്ക് കിട്ടുന്നത് ഒരുപക്ഷെ നമ്മൾ പിന്നെ പാഠപുസ്തകത്തിൽ ദിവസങ്ങളോളം പഠിപ്പിച്ചാൽ പോലും ഈ വാല്യൂ കുഞ്ഞുങ്ങൾ പഠിക്കണമെന്നില്ല. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനും ഫസ്റ്റ് ഹാൻഡ് ഒരു അനുഭവമാണ് ഈ പറഞ്ഞത്. ഇപ്പം ഈ സപ്പോസ് ഒരു പർച്ചേസർ ഒരാൾ വന്ന് വാങ്ങിക്കുന്നു, അയാളോട് നിങ്ങൾ ഈ വാങ്ങിക്കുമ്പോൾ ഇങ്ങനൊരു അതായത് ഇങ്ങനൊരു ചാൻസ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് കൊടുക്കുന്നുണ്ടോ? അല്ല, കൊടുക്കാൻ കഴിയണം. ഞാൻ ഇതിൽ വന്നിട്ടൊരു 5-6 മാസമേ ആയിട്ടുള്ളൂ. ആക്ച്വലി ഞാൻ വന്ന് ഈ സീനിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ടൈം അപ്പ്, അത് ബെൽ സ്റ്റാർട്ട് എല്ലാം ആയി കഴിഞ്ഞു. എനിക്ക് പിന്നെ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഒരു വളരെ ക്വിക്ക് പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനാണ് എൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ സീസൺ 9 ഞാൻ ഈ സീറ്റിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഈ സീസൺ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് തന്നെ ആരംഭിക്കണം. അപ്പോൾ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫോക്കസ് എന്താണെന്നുള്ളത് ശരിക്കും നമുക്കൊരു കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇതിൻ്റെ ഒരു തീം ഉണ്ടാക്കാനും കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. കാരണം ഇത് വളരെ നോബിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. കാരണം നമ്മളിപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ ഈ ന്യൂക്ലിയർ ഫാമിലി നമ്മുടെ ഒരുപാട് വ്യത്യാസങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് സ്വാർത്ഥത, ഞാൻ നന്നാവുക അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ നന്നാവുക അല്ലെങ്കിൽ അടുത്തൊരാളെപ്പറ്റി ഒരു കൺസിഡറേഷൻ പോലും ഇല്ലാത്തൊരു കാലമാണിത്.
അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് ഈ GKSF ഇങ്ങനെ ഒരു ഐഡിയ, നോബിളായിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റിയൽ നോബിൾ തിങ്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, കാരണം ഇതൊക്കെയാണ് വരേണ്ടത്. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ വീട്ടിലെ സാധനം എടുത്ത് നോക്കിയാൽ നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ശരിക്കും എന്താ പറയുക, നമ്മൾ 3 പേരുണ്ടെങ്കിൽ ഒരു 30 പേർക്കുള്ള വസ്ത്രം നമ്മുടെ വീടുകളിൽ പല അലുമാരികളിലായിട്ടിരിക്കുകയാണ്. തീർച്ചയായും മനസ്സിലായില്ലേ? അത് പലയിടത്തായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ നമ്മളിത് ചെയ്യുമ്പോഴും ഇത് പക്ഷേ ഒരെണ്ണം മാറിയിടാനില്ലാത്ത ഒരാൾ ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് അറ്റ്ലീസ്റ്റ് നമ്മൾ യു ഷുഡ് നോ, നമ്മളിത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ എന്താ പറയുന്നത്, ജീവിതത്തെ മുഴുവൻ അങ്ങ് തലച്ചോറ് കൊണ്ട് ചിന്തിച്ച്, പിന്നെ ഒരു ഹൃദയത്തിനെ അങ്ങ് ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് തലച്ചോറ് കൊണ്ട് അങ്ങ് ചിന്തിച്ച് നമ്മളങ്ങ് നേട്ടങ്ങളിലേക്ക് അങ്ങ് നടന്നെടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മൂവ്. പക്ഷെ അതിനോട് നമുക്ക് നഷ്ടപ്പെടുന്ന ചില സംഗതികളുണ്ട്, ചില എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സിന്റെ മിസ്സിംഗ് ഭയങ്കര ലോസുമാണ്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് അത് ചിന്തിക്കുമ്പോൾ പക്ഷേ ആ ലോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ചോദിച്ചോളൂ സാർ, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഹലോ സാറേ, ഞാൻ ചോദിക്കുന്ന വിഷയം GKSF എന്താണ് ഉദ്ദേശിക്കുന്നത് ആണോ? അതായത് പറയാമോ? ചോദ്യം കഴിഞ്ഞോ? പറഞ്ഞോളൂ. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. അതുവഴി കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി ശക്തിപ്പെടണം. അതോടൊപ്പം വരുന്ന സഞ്ചാരികൾക്കും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നവർക്കും അവരുടെ ഓർമ്മയിൽ കരുതി വെക്കാനുള്ള ഒരു ഉൽപ്പന്നം നമുക്ക് നൽകാൻ കഴിയണം. അത്തരത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ എന്താ പറയുന്ന ഒരു സമഗ്രമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പത്തിക പുരോഗതി, ഒപ്പം ഈ നല്ല അതിഥിയാവുക എന്ന് പറയുന്ന ആശയത്തിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നല്ല ആതിഥേയനാവുക എന്നുള്ളത്. അപ്പം നമുക്കൊരു നല്ല ആതിഥേയനാവാനും കഴിയണം. വരുന്നവർക്ക് എന്ത് കാണിച്ചു കൊടുക്കണം, എന്താണ് അവരോട് പറയേണ്ടത്, അപ്പോൾ അതിനെല്ലാം കൂടി തയ്യാറെടുക്കുന്ന ഒരു ഇവൻ്റായിട്ടാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ചില തുടക്കങ്ങൾ ഇത്തവണ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. ചില സംഗതികൾ പുതിയതായി കൊണ്ടുവന്നു. ഇപ്പോൾ ഇത്തവണ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂ ജനറേഷൻ എല്ലാം സ്പർശന ഫോണിലാണ്. നമ്മൾ ന്യൂ ജനറേഷൻ അല്ല, പൊതുവിൽ ആളുകളെല്ലാം സ്പർശന ഫോണിലാണ് ജീവിക്കുന്നത്. ഞാൻ ഈ ചെറിയ അല്പമൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും കല്യാണ വീടുകളിലൊക്കെ ഇരിക്കുമ്പോൾ, പണ്ട് കല്യാണ വീടുകൾ റെയിൽവേ ഒക്കെ ഇരുന്നാൽ നമ്മൾ അടുത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞിനെ കളിപ്പിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് അതിനൊന്നും നമുക്ക് സമയമില്ല. നമ്മളെല്ലാം നമ്മുടെ ഫോണുകളിൽ ഇങ്ങനെ മെസ്സേജസ് നോക്കുകയും വായിക്കുകയും അതിലിങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ കുറ്റം പറഞ്ഞ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അന്ന് എളുപ്പമല്ല. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഈ GKSFൻ്റെ തന്നെ ഒരു തീമായ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അവതരിപ്പിച്ചു, ഐഡിയയുമായി നെറ്റ്വർക്ക് ചെയ്തു. അപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ടൂറിസ്റ്റ് സ്പോട്ടുകൾ, പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ, പ്രധാനപ്പെട്ട പിന്നെ ഉത്സവങ്ങൾ, അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഷോപ്പുകളുടെ എല്ലാം വിവരങ്ങൾ, ഇതെല്ലാം ഈ മൊബൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക്, പൊതുവിൽ കേരളത്തിൽ വരുന്ന സഞ്ചാരികൾ പറയുന്ന ഒരു പരാതിയാണ്, അവർ വന്നാൽ നമുക്കൊരു നല്ല സൈൻ ബോർഡ് ഇല്ല, എവിടെ പോകണമെന്ന് അറിയില്ല, എങ്ങോട്ട് തിരിയെന്നറിയില്ല. ചിലപ്പോഴും എൻ്റെ നാട് കൊല്ലമാണ്. കൊല്ലത്തൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന ആളുകൾ മണിക്കൂറുകളോളം കറങ്ങിയിട്ടായിരിക്കും അവർ ഈ വള്ളിക്കാവിൽ ആശ്രമത്തിൽ ധാരാളം വിദേശികളെ. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പുറത്തിറക്കി. രണ്ടാമതായി ചെയ്ത ഒരു സിഗ്നിഫിക്കൻ്റ് കാര്യം, ഈ നമ്മൾ ഷോപ്പിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഇപ്പോൾ പിന്നോക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷൻ, കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന കോർപ്പറേഷൻ, അവരുമായി സഹകരിച്ചിട്ട് ഒരു സോഫ്റ്റ് ലോൺ, അതായത് 7% വായ്പയ്ക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വായ്പ പ്രഖ്യാപിച്ചു. ഒരു 6 ദിവസം അയാൾ അതിൻ്റെ MOU സൈൻ ചെയ്തിട്ട്. അപ്പം നമ്മുടെ രജിസ്റ്റർ ചെയ്ത കടകളിൽ നിന്നും ഗൃഹോപകരണങ്ങൾ വാങ്ങുകയാണെങ്കിൽ 7% പലിശയ്ക്ക് കാശ് അവർ കൊടുക്കുകയും ചെയ്യും. ഇത് 60 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതിയാവും. അതൊരു സോഫ്റ്റ് ലോണാണ്. ഇപ്പോൾ വീട് വെച്ചിട്ട് ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കും. നമ്മളിപ്പോൾ പറയല്ലേ പിന്നെ ഒരുപാട് നമ്മൾ ആഡംബരപ്രിയരാണെന്ന് പറയുമ്പോഴും നമ്മുടെ സാമൂഹിക സാമ്പത്തിക വളർച്ചയുടെ ഒരു സൂചികയാണ് നമ്മുടെ പശ്ചാത്തല സൗകര്യത്തിലും വീട്ടിലെ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വളർച്ച. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ ഇപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ഷോപ്പിംഗ് മാഗസിൻ ഇത്തവണ നമ്മൾ പുറത്തിറക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഔദ്യോഗികമായ ഒരു ഷോപ്പിംഗ് മാഗസിൻ സംസ്ഥാന സർക്കാർ തന്നെ പുറത്തിറക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ സമ്മാനഘടന തീരുമാനിച്ചപ്പോൾ, മുൻകാലങ്ങളിലൊക്കെ നമ്മൾ സമ്മാനം കൊടുത്തിരുന്നത് സ്വർണ്ണ നാണയങ്ങൾ മാത്രം, അല്ലെങ്കിൽ അതെ കൂടുതൽ, പിന്നെ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങളായി കൊടുത്തിരുന്നത് ഈ പല കരകൗശല വസ്തുക്കൾ, അങ്ങനെയൊക്കെയായിരുന്നു. അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഞാൻ പരിശോധിച്ചപ്പോൾ, ഇപ്പോൾ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനം 2 കോടി രൂപ നമ്മൾ കൊടുക്കണമെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനുള്ള ലോജിസ്റ്റിക്സ് 2 കോടിയിൽ കൂടുതലാകും. കേരളത്തിലെ എല്ലാ കടകളിലേക്കും ഇത് എത്തിക്കും. പിന്നെ ചില സ്ഥലത്ത് തീർന്നു പോകും, ചില സ്ഥലത്ത് ഓവർ സ്റ്റോക്ക് ഇരിക്കും. അപ്പോൾ ഇത്തവണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷും സ്വർണ്ണ നാണയവും മാത്രമാക്കി.
സ്വർണം എന്ന് പറയുന്നത് മലയാളികൾക്ക് ദൈവം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് സ്വർണ്ണത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തിനോളം ഇപ്പോൾ 2 ദിവസം ഇന്നത്തെയൊക്കെ പത്രത്തിൽ കാണാനുണ്ട് ഓസ്ട്രേലിയയിലുള്ളതിൻ്റെ എത്രയോ ഇരട്ടി സ്വർണം കേരളത്തിലിരിക്കുന്ന കഥകളൊക്കെ. അതെ, അപ്പോൾ അതുകൊണ്ട് അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ക്യാഷ് ഡിസ്കൗണ്ട് കൂപ്പൺ ആ കടയിൽ തന്നെ കൊടുത്ത് അവർക്ക് ഉൽപ്പന്നം വാങ്ങാം. അപ്പം ഇഷ്ടമുള്ളത് വാങ്ങാം. നമ്മുടെ കടകൾക്ക് തന്നെ അതിൻ്റെ ഒരു സെയിൽസ് ആയിട്ട് ഈ സമ്മാനം തിരിച്ചൊരു റിട്ടേൺ ആയി കിട്ടുകയാണ്. അപ്പോൾ ഇന്നേ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ എക്കോണമിയിൽ തന്നെ ഈ ക്യാഷ് സർക്കിൾ ചെയ്യത്തക്ക നിലയിൽ പുറത്തോട്ട് പോകില്ല. കാരണം ഷോപ്പിന്റെ ഡിസ്കൗണ്ട് കൂപ്പൺസ് ആകുമ്പോൾ അവിടെ തന്നെ പോയി വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ മാത്രമല്ല ആ കടകളിൽ ഇരിക്കുന്ന മറ്റ് സാധനങ്ങളിലേക്ക് ഒരു നോട്ടവും എത്തും. അപ്പോൾ കൂടുതൽ വിപണി വളരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫോക്കസ്ഡ് ആയിട്ട് ചില പ്രാദേശിക ഫെസ്റ്റിവൽസ്. ഇത്തവണ നമ്മളിപ്പോൾ GKSFനെതിരെ ഉണ്ടാകുന്ന ഒരു ആരോപണങ്ങളിലൊന്നാണ് ഇത് ഭയങ്കര ദൂർത്താണ്, ഒരുപാട് കാശ് ഇങ്ങനെ പൊടിച്ചു കളയുന്നു. ഇതിൻ്റെ ഒരു വിമർശകർ കേരളത്തിൽ പൊതുവിൽ ഇങ്ങനെ ഒരു വിമർശനത്തോടെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എല്ലാ കാര്യത്തെയും ആദ്യം സ്നേഹിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വിമർശനം. അപ്പം നമ്മളിതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈവൻറ്റ്സ് എല്ലാം 2-3 പ്രാദേശിക ഫെസ്റ്റിവൽസ് ആക്കി. ഒന്ന് കരുനാഗപ്പള്ളി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, അങ്ങനെ 1-2 ഫെസ്റ്റിവൽസുകളാക്കിയിട്ട് അവിടെ തന്നെ സ്പോൺസർമാരെ കണ്ടെത്തി അവിടുത്തെ തന്നെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ തന്നെ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നില്ല. പിന്നെ കയർ ഫെഡ്, KSID, ഓരോരോ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, കൈരളി, ഇങ്ങനെ ഇവരെല്ലാവരും തന്നെ അവരവരുടെ സ്കീമുകളിൽ നിന്ന് ഇവൻറ്റ്സുകൾ, കാരണം അവർക്കൊക്കെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുണ്ട്, അവരുടെ ബിസിനസ് ടീംസ് പ്രൊമോട്ട് ചെയ്യാനുണ്ട്. അപ്പം നമ്മളൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നു, ഒരു കോമൺ അംബ്രല്ല ആവുന്നു, അതിൻ്റെ കീഴിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. പിന്നെ പുതിയ ഒരു കാര്യം, ഇപ്പം ഇന്ന് ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചുകൊണ്ട് ഇന്നൊരു പ്രത്യേകത, ഇന്നിപ്പോൾ ഞങ്ങളൊരു പുതിയ സംഗതി അനൗൺസ് ചെയ്യാനായിട്ട് എഴുതി കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഈ മലയാളത്തിലെ ഏറ്റവും പ്രധാന സാഹിത്യ നോവലായ ഇന്ദുലേഖയുടെ 125ാം വാർഷികമാണ്. അപ്പോൾ ഇന്ദുലേഖ ലക്ഷണമൊത്ത നോവലാണ്, കാലാതിവർത്തിയായ നോവലാണ്. അപ്പം ഞങ്ങളൊരു തീം, അതായത് കാലത്തിനു മുമ്പേ സഞ്ചരിച്ചവൾ ഇന്ദുലേഖ, കാലത്തിനൊപ്പം സഞ്ചരിക്കുവാൻ GKSF എന്ന് പറയുന്ന ഒരു തീമിനെ ആസ്പദമാക്കി ഒരു മൂല്യവത്തായ ഒരു ചർച്ച, അതോടൊപ്പം തന്നെ കുറച്ച് ഒരു പ്രബന്ധ മത്സരം, ഇങ്ങനെ നല്ല സമ്മാനങ്ങളൊക്കെ കൊടുത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾ, കാരണം പൊതുവിൽ ഇപ്പോൾ വിദ്യാർത്ഥികളെല്ലാം നമ്മൾ പല വിചിത്രമായ സമരമുറകളും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുകൂലിച്ചും എതിർത്തും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ നീക്കുക. അപ്പം ഈ 125 വർഷം മുമ്പ് ഇന്ദുലേഖ എന്നൊരു കഥാപാത്രം അതായത് മനുഷ്യ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചിരുന്ന കാലത്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്റ്റാൻഡ് എടുത്തു. അപ്പം പക്ഷെ അത് എടുത്തത് എങ്ങനെയാണ്, വളരെ കുലീനമായിട്ടും വളരെ അർത്ഥവത്തായിട്ടും അങ്ങനത്തെ സ്റ്റാൻഡാണ് എടുത്തത്. അപ്പോൾ അതൊരു പുതിയ തലമുറയ്ക്ക് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മളൊക്കെ എന്തോ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇതൊരു ചോദ്യോത്തര പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് പഠിച്ചത്. ഇപ്പോൾ ഇതൊരു പുനർവായനയ്ക്ക് ഇത് തയ്യാറാകട്ടെ എന്ന് കരുതി അപ്പോൾ അത്തരത്തിലൊരു ഫെസ്റ്റിവൽ ഇന്ന് ചെയ്തിട്ടേ ഉള്ളൂ, നാളെ പത്രങ്ങളിൽ വരും. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ എന്താ പറയുന്ന ഒരു ബിസിനസ്സും ഫെസ്റ്റിവലും ഇതെല്ലാം കൂടി കലയും സാഹിത്യവും സാംസ്കാരികവും എല്ലാം ഒന്ന് സമന്വയിപ്പിച്ച് ഒരു കേരളത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു മേളയാക്കി മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും ഈ GKSF, അതായത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ആ ഷോപ്പിങ്ങിനാണ് അതിൻ്റെ പ്രാമുഖ്യം കൊടുക്കുന്നതെങ്കിൽ പോലും പറഞ്ഞ പോലെ ടൂറിസവും രണ്ടും കൂടിയാണ് ഒന്നിച്ചു കൊണ്ടുവരുന്നത്. ഈ ടൂറിസത്തിൽ പലപ്പോഴും പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റ്, സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റ് പോലും ടൂറിസ്റ്റ് സ്പോട്ട്സിൽ അവർക്ക് ഈ എത്തുന്നവർക്ക് GKSFൻ്റെ ഇതായിട്ട് എന്തെങ്കിലും അതായത് സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ലെവലിൽ എന്തെങ്കിലും അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? അതായത് ഈ ടൂറിസ്റ്റ്, നമ്മുടെ കേരളത്തിലെ ടൂറിസം എന്ന് പറയുന്നത് ഗവൺമെൻറ്റും പ്രൈവറ്റ് ഏജൻസീസും എല്ലാം കൂടി ചേർന്നൊരു ഇൻ്റഗ്രേറ്റഡ് മോഡലാണ്. ഒരുപക്ഷെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ നല്ലൊരു മോഡലാണ് കേരളത്തിൻ്റെ ടൂറിസം. പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അവരെ ഈ ഷോപ്പിംഗ് തീമുകളിലേക്ക് ബന്ധപ്പെടുത്തുന്നതിന് ചില സന്ദേശങ്ങളും അല്ലെങ്കിൽ ചില മെസ്സേജസും ഇൻബോർഡായിട്ടുള്ള ചില മാഗസിൻസിലൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നതല്ലാതെ നമ്മളിവിടെ ഡെസ്റ്റിനേഷൻസിൽ നമുക്ക് അവരെ ഒന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ ഇതുവരെ ഇതിൻ്റെ ഭാഗമായി ചെയ്തിട്ടില്ല. നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് അങ്ങനെ ചെയ്യാൻ നമുക്ക് നല്ല സ്കോപ്പുണ്ട്. ഇപ്പം നേരത്തെ മാഡം സൂചിപ്പിച്ച പോലെ അതാത് സ്ഥലങ്ങളിൽ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുക. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സാറ് വളരെ കൺസേൺ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടേക്ക് കെയർ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സ്കീം അനൗൺസ് ചെയ്തു. അതായത് നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും വഴിയോരങ്ങളിലും ഇപ്പോൾ പൊതുവിൽ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ നമ്മളിപ്പോൾ ചിലടത്ത് ബോർഡ് വെച്ചിരിക്കും ഇവിടെ അത് നിർവഹിക്കരുത്, പക്ഷെ അവിടെ നിന്ന് 2-3 പേര് നിർവഹിക്കുന്നത് കാണാം. നമുക്കൊന്ന് പുറത്തേക്ക് റോഡിലൂടെ സഞ്ചരിച്ചാൽ ഒരു എന്താ പറയുന്നത് ഹൈജീനിക്കായി പ്രൈവസിയിൽ നമുക്ക് യാത്രകളും പറ്റുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇപ്പോൾ ഈ ടേക്ക് കെയർ റെസ്റ്റ് പദ്ധതി എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാവുന്നത് KTDC ആണെന്ന് തോന്നുന്നത് മാനേജ് ചെയ്യുന്നത്. എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിനോടും ചേർന്നും അതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഒരു
9 കിലോമീറ്റർ 10 കിലോമീറ്റർ വ്യാസത്തിൽ ഒരു സംവിധാനം, ഒരു റിഫ്രഷ്മെൻറ്റ് സെൻറ്ററും, അത് നല്ല സ്റ്റാൻഡേർഡിൽ റിഫ്രഷ്മെൻറ്റ് സെൻറ്ററും അതുപോലെ തന്നെ ഫ്രഷ് ആവാനുള്ള ഒരു റൂം സൗകര്യമൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ടൂറിസമാണ് ഇതിൻ്റെ ഒരു പ്രയോറിറ്റി എന്നുള്ളത് പൊതുസമൂഹം ആകെ കേരളം അംഗീകരിക്കുന്നുണ്ട്. നമുക്ക് ഉൽപ്പാദന പ്രക്രിയ വളരെ മോശമാണ്, നമ്മുടെ ഇൻഡസ്ട്രികളുടെ പെർഫോമൻസ് ഈസ് നോട്ട് അപ് ടു ദ മാർക്ക്. പിന്നെ നമുക്കുള്ളത് ഈ ദൈവം കനിഞ്ഞരുളിയ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡും പ്രകൃതിയും അതിൻ്റെ ഒരു സെറനിറ്റിയുമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം മാഡം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ ഗോഡ്സ് ഓൺ കൺട്രി പീപ്പിൾസ് ഓൺ ടൂറിസം. ഈ ജനങ്ങൾ ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഈ ടൂറിസം അങ്ങനെ വരുമ്പോൾ എന്താണ് ജനങ്ങളിലേക്ക് അവരെ അവെയർ ആക്കാൻ, അതായത് അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയുക ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഏറ്റവും മുഖമുദ്ര എന്ന് പറയുന്നത്. ആ ഒരു അതിഥി ദേവോ ഭവ എന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കാനായിട്ട് ആ ഒരു ഇതും കൂടി ടൂറിസം ഏറ്റെടുക്കണം. നമ്മുടെ ഈ ഞങ്ങളുടെ റോഡ് ഷോകളൊക്കെ മറ്റും നടത്തുന്നുണ്ട്. ഈ റോഡ് ഷോകളിലെല്ലാം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നല്ല ആതിഥേയനാവുക എന്ന് പറയുന്നൊരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഫോറിനർ വരുന്നു, അവൻ വളരെ ഫ്രീ ആയിട്ട് ഇവിടെ വരുമ്പോൾ അവൻ എന്തെല്ലാം കാണിക്കണം, എന്തെല്ലാം ഇപ്പോൾ നമ്മുടേതായ പല ഭക്ഷണ സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പണ്ട് പറയുന്ന ഇലയപ്പം, തെരളിയപ്പം എന്നൊക്കെ പറയുന്ന ഒരുപാട് നല്ല ഫുഡ്, ഇപ്പോഴും ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് സ്റ്റീംഡ് ഫുഡ്, ഇത്തരത്തിലുള്ള ഫുഡുകൾ കൊടുക്കുക. ഇപ്പം ഞാൻ കരുനാഗപ്പള്ളിയിൽ നടത്തുന്ന അഴീക്കൽ ബീച്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അഴീക്കൽ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അഴീക്കൽ ബീച്ച് എന്ന് പറയുന്നത് ഈ നമ്മുടെ സുനാമി ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ മരിച്ച സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയാണ് അത് പ്രശസ്തമാവുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഈ എന്താ പറയുക കപ്പയും മീനും കൂടി ഇട്ടിട്ടുള്ള ഒരു ഒരു പ്രത്യേക ഡിഷുണ്ട്. അത് വളരെ രുചികരവും വളരെ വളരെ നല്ല ഫുഡുമാണ്. ഒരുപക്ഷെ നമ്മുടെ ന്യൂ ജനറേഷൻ പോലും ഇന്ന് ലേസിലും ടിറ്റൂസിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അതൊക്കെ ഒരു ഫാഷൻ പോലെ, ഇപ്പോൾ എൻ്റെ മോൻ ലേസേ കഴിക്കുള്ളൂ, ടിറ്റൂസേ കഴിക്കുള്ളൂ എന്ന് പറയുന്നത് ഒരു മോഡലാക്കി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചില ആൾട്ടർനേറ്റീവ് ഫുഡ്സ്, അതുപോലുള്ള സംഗതികൾ പ്രൊമോട്ട് ചെയ്യാൻ, ബെറ്റർ ഫുഡ്, ഹൈജീനിക് ഫുഡ്, ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് നല്ല സ്കോപ്പുണ്ട്. നമ്മളൊരു എന്താ പറയുന്നത്, നമ്മൾ ഈ പരന്ന് ചിന്തിക്കുന്നതിലും നല്ലത് ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒഴുകി ചിന്തിക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒത്തിരി പരന്നാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം നമുക്ക് കുടുംബശ്രീ നെറ്റ്വർക്ക് ഉണ്ട്, ഏതാണ്ട് 4.5 ലക്ഷത്തോളം കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു നെറ്റ്വർക്കാണ്. അദ്ദേഹം ഇന്നിപ്പോൾ ആകാശത്തിന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യുകയാണ്. പക്ഷേ ഒരു പ്രയോറിറ്റി ഏരിയാസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ തന്നെ ഫോക്കസ് ചെയ്താൽ തന്നെ നല്ലൊരു സ്കോപ്പുണ്ട്. ഞാനൊരു ട്രെയിൻ യാത്രക്കാരനാണ്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ ഒരു ഫുഡ്, ഒരു ഹെൽത്തി ഫുഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ട്രെയിൻ ട്രാവലിൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്നില്ല. നമുക്ക് അധികവും വരുന്നത് ചിപ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള എണ്ണയിൽ പൊരിച്ച സാധനങ്ങളൊക്കെയാണ് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു 30 വയസ്സ് കഴിയുമ്പോഴേ എല്ലാവരും രോഗികളാണ്, ഒന്നെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ പ്രഷർ അങ്ങനെ പറയുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഈ ടൂറിസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ടൂറിസ്റ്റ് എന്ന് പറയാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു പൊതുവിലുള്ളൊരു ട്രെൻഡ് തന്നെ കേരളത്തിലെ തദ്ദേശീയ ജനങ്ങളിൽ നല്ലൊരു ശതമാനവും ടൂറിസ്റ്റുകളാണ്. വളരെ കുറഞ്ഞ സമയമേ വീട്ടിലിരിക്കുന്നുള്ളൂ. പണ്ട് നമ്മൾ വീട്ടിലൊക്കെ വഴക്കിടുമ്പോൾ ഭാര്യയോട് നിന്നെ പിന്നെ പിന്നെ പുറത്ത് കൊണ്ടുപോകത്തില്ല, ഇത് നമ്മൾ അകത്തിരിക്കണമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറക്കി വിടുമായിരുന്നു പണ്ട് വീട്ടിൽ നിന്ന് വഴക്കിടുമ്പോൾ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം പുറത്തിറങ്ങുന്നത് ഇനി നിന്നെ പുറത്ത് കൊണ്ടുപോകത്തില്ലെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്നത് ഒരു പെയിൻഫുൾ ആയിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാവലിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ തദ്ദേശീയരായർക്ക് തന്നെ പ്രയോജനപ്പെടുന്ന ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിൻ്റേതായിട്ടുള്ള, അതായത് ഓരോരോ നമ്മുടെ ഇൻഡിവിജ്വൽ മാത്രമല്ല ചില അണ്ടർടേക്കിങ്സ് വരെ അത് എടുത്തിട്ട് ഓരോ ലെവലിൽ അത് ഡെവലപ്പ് ചെയ്ത് ഫോക്കസ്, നേരത്തെ സാർ പറഞ്ഞ പോലെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ സമഗ്രമായിട്ടുള്ളൊരു വളർച്ച. നമ്മൾ ഈ GKSFന്റെ ടൈം മാത്രമല്ല, ഇത് GKSF ഒരു December 1 തൊട്ട് January 15 ഒതുങ്ങുന്നതിന് പകരം ഇറ്റ് ക്യാൻ ബിക്കം അല്ലേ? അതെ അതെ, എക്സാക്ട്ലി. ഞാനത് ഗവൺമെന്റ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ മിനിസ്റ്റർ അനിൽകുമാർ സാർ അതിനെക്കുറിച്ച് നന്നായിട്ട് അതിനകത്തൊരു ഐഡിയ ഉണ്ട് മിനിസ്റ്റർക്ക്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 45 ദിവസത്തെ ഫെസ്റ്റിവലിനപ്പുറത്ത് ഈ ജനങ്ങളും നമ്മുടെ ഷോപ്പിങ്ങും അല്ലെങ്കിൽ ജനങ്ങളും നമ്മുടെ മാർക്കറ്റും വിപണിയുമായി തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയായി ഒരു എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് GKSFനെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതിന് വലിയൊരു സാമ്പത്തിക ചെലവിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇവിടുത്തെ റിസോഴ്സ്, കാരണം ഇപ്പോൾ ഈ തവണത്തെ സീസണിൽ തന്നെ ഞങ്ങളോട് ആമസോൺ
സ്പോൺസർഷിപ്പ് തരാമെന്ന് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും സമീപിച്ചു. ഞങ്ങൾ തയ്യാറായില്ല. കാരണം ഓൺലൈൻ മാർക്കറ്റിങ്ങിനെതിരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഓൺലൈനിൽ നിന്ന് ഇത് സ്വീകരിച്ചു കൂടാലോ എന്ന് കരുതി. അതിൽ എത്തിക്സിന് വിരുദ്ധമാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് തന്നെ പണവും ഇതൊക്കെ കണ്ടെത്താൻ പറ്റും, റിസോഴ്സ് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ചില പ്രയോറിറ്റി ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഒരു ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയായി ഈ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഇവൻറ്റിൽ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ മാറിയാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരുപാട് പോസിബിലിറ്റി, ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതിന് ജനങ്ങളെ അവയർനെസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിനേതായിട്ടുള്ള ഒരു ഗ്രൂമിങ് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ആൾക്കാരെ, കാരണം അതിലൊരു വലിയ പൊട്ടൻഷ്യലുണ്ട്. യങ്സ്റ്റേഴ്സിനെ ഒരു ട്രെയിനിങ് കൊടുക്കുക, അതിനുവേണ്ടി പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനുണ്ടാക്കുക. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഈ GKSF എന്ന് പറയുന്ന ആ ഒരു 45 ദിവസം അല്ലാതെ നമ്മുടെ ആ ടൂറിസത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് തന്നെ ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് GKSFൻ്റെ പേരിൽ തുടങ്ങിയാൽ പോലും അതൊരു വലിയ ലെവലിലേക്ക് മാറി അനിതര സാധ്യതകളുള്ള ഒരു മേഖലയായിട്ട് മാറുന്നുണ്ട്. അല്ല നമുക്ക് കാരണം നമ്മൾ ഈ ഒരു 45 ദിവസം ഒതുങ്ങാതെ ഇതൊരു ഫുൾ ഇയർ അഫെയർ ആക്കുക. നമുക്കൊരു 10-25 വർഷത്തെ നമ്മുടെ ഒരു ചരിത്രം എടുത്താൽ നമുക്ക് ടൂറിസം മാത്രമാണ് നമുക്കൊരു പ്രോമിസിങ് ഇൻകം തരുന്ന ഒരു സെക്ടർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ ഉദ്ഘാടന ചടങ്ങ് കോട്ടയത്ത് വെച്ചായിരുന്നു GKSFൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുമരകത്ത് പോയിരുന്നു. അപ്പോൾ കുമരകത്ത് പോയപ്പോൾ ഈ പക്ഷിപ്പനി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായതോടുകൂടി ഈ അവിടെ നമ്മൾ കണ്ടാലൊരു ഒരു മരണാനന്തരം ഒരു വീട് കിടക്കുന്നത് പോലെ അത്ര ശോകമാണ്. അവിടുത്തെ ഒരു വില്ലേജ് എക്കോണമി മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ്. അപ്പം നമ്മളിത് പലതും കാണുന്നില്ലെങ്കിലും അപ്പോൾ ആ തരത്തിൽ ഇതിന് നല്ല സ്കോപ്പുണ്ട്. പക്ഷേ അത് പ്ലാൻ ചെയ്ത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. ഒരു കോൾ ഉണ്ട് നമുക്ക്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ, ആരെ സംസാരിക്കുന്നത്? ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? എന്നെയാണോ കണക്ട് ചെയ്തത്? അതെ. ഹലോ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ചോദിച്ചോളൂ കേട്ടോ. നമസ്കാരം സാറേ. സാറിനടുത്ത് ചോദിക്കുന്നത്. പറഞ്ഞോളൂ. നമസ്കാരം. പറഞ്ഞോളൂ, കേൾക്കാം. സാറേ, ഞാൻ ഇവിടെ ഒരു കൊല്ലം ജില്ലയില് കുന്നൻമൂട് പൂലക്കുളം പഞ്ചായത്തിലൊരു വില്ലേജ് ടൂറിസം പദ്ധതിയായിട്ടൊരു ജോബ് ക്ലബ് നമ്മുടെ കൊല്ലം ജില്ലാ എംപ്ലോയ്മെന്റിന്റെ കീഴില് ചോദിച്ചോളൂ കേട്ടോ. ടിവിയിൽ ശ്രദ്ധിക്കല്ലേ, ടിവിയിൽ ശ്രദ്ധിക്കരുത്. ചോദിച്ചോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, ഞാനിവിടെ ജോബ് ക്ലബിന്റെ ഇതായിട്ട് ഒരു വില്ലേജ് ടൂറിസം പദ്ധതി ഇവിടുന്ന് റെഡിയാക്കി കോഴി, താറാവ്, മീന് ഇതെല്ലാം കൂടെ റെഡിയാക്കി ഒരു എക്കോ ഫ്രണ്ട്ലി റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പൊ ചോദിച്ചോളൂ. അപ്പൊ അതിനകത്ത് ഇപ്പൊ സാറിന്റെ ഞാൻ ഇന്റർവ്യൂ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ഞാൻ കേൾക്കാൻ കഴിഞ്ഞ ഇപ്പൊ ഈ ടേക്ക് റെസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഒരു ടൂറിസം പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തൊരു 10-70 പേർക്ക് നമുക്ക് ഇപ്പൊ ഒരു ഇക്കോ ഫ്രണ്ട്ലി റെസ്റ്റോറന്റില് ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു ഏരിയയാണ്. കുളമുണ്ട്, മറ്റേ പെറ്റിന്റെ എല്ലാം കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. കോഴിയുണ്ട്, താറാവുണ്ട്, പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തോണ്ട് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തലിന്റെ ഭാഗമായിട്ട് ഞാൻ ഇത് ടൂറിസം പ്രോജക്ട് തയ്യാറാക്കിയാണ് കൊടുത്തത്. അപ്പൊ അവിടെ ഈ ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ ആ പദ്ധതിയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ എവിടെ പോകുന്നു സാറേ? ഞാൻ പറയട്ടെ, കേൾക്കാമോ? അതായത് ടേക്ക് റെസ്റ്റ് പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ടേക്ക് റെസ്റ്റ് പദ്ധതിയിൽ പ്രധാനമായും ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഈ ടൂറിസം ആക്സസ് ഉള്ള സ്ഥലങ്ങളിൽ, അതല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങൾ ധാരാളം വിദേശ സഞ്ചാരികൾ സഞ്ചരിക്കുന്ന റൂട്ടാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഈ സ്ഥലം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ വിട്ടുകൊടുക്കത്തില്ലെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പഞ്ചായത്തുകളോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്താൽ ഗവൺമെൻറ് ആ സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഏതാണ്ട് 60 ലക്ഷം രൂപ മുതൽ 1.5 കോടി രൂപ വരെ മുതൽ മുടക്കിയുള്ള വിവിധ ടൈപ്പിലുള്ള റിഫ്രഷ്മെൻറ്റ് സെൻ്ററുകളുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള റിഫ്രഷ്മെൻറ്റ് സെൻ്ററുകൾ സ്ഥാപിക്കും.
എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ താങ്കൾ നടത്തുന്ന റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിന് സമീപ സ്ഥലത്തോ ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായും വിദേശത്തുനിന്ന് വരുന്ന സഞ്ചാരികൾ അവിടെ എത്തുമ്പോഴേക്കും താങ്കളുടെ സ്ഥാപനത്തിനും മെച്ചപ്പെട്ട കച്ചവടമോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് സഹായകരമാകും. അതിന് ടൂറിസം ഡയറക്ടറെയാണ് സമീപിക്കേണ്ടത്. ടൂറിസം ഡയറക്ടറേറ്റ് ഓഫീസ് വെള്ളയമ്പലത്തുണ്ട്. ടൂറിസം ഡയറക്ടറെ സമീപിച്ചാൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ കഴിയും. വെള്ളയമ്പലം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഇപ്പം പറഞ്ഞു, ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് അവർക്ക് എങ്ങനെ ഇതിലേക്ക് വരാം, അതായത് എങ്ങനെ GKSFുമായിട്ട് ചേർന്ന് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പം പലരും ഇതിൽ കാണും. അപ്പം ഈ ടൂറിസം ഇത് അതായത് പല ഇതും അകത്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ, അതായത് KTDC, ഐ മീൻ ടൂറിസം ഡെവലപ്മെൻറ്റ്, വിപണന, ഇത് ഇങ്ങനെ പലതും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാണ് GKSFിൻ്റെ ഫെസ്റ്റിവലായിട്ട് ഇത് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് GKSF എന്തെങ്കിലും പ്രത്യേകിച്ച് അതായത് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പോ അല്ലെങ്കിൽ സജഷൻസോ എന്തെങ്കിലും ചെയ്യാറുണ്ട്? ഇതിലുള്ള ഒരു പ്രധാന കാര്യം, ഈ ടൂറിസം സെക്ടർ എന്ന് പറയുന്നത് നമുക്കിപ്പം വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വ്യവസായ വകുപ്പിൻ്റെതായ ധാരാളം സപ്പോർട്ടുകളുണ്ട്. പലതും ഗ്രാൻറ്റുകളായും മാർജിൻ മണിയുമായിട്ടൊക്കെ നല്ല സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. ടൂറിസം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനപ്പുറത്ത് ഈ സംരംഭങ്ങളെ കുറച്ചുകൂടി ടൂറിസ്റ്റുകൾക്ക് പ്രയോജനകരമാക്കാനും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആക്കാനുമുള്ള ഒരു ഇനിഷ്യേറ്റീവിലാണ് കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ടൂറിസം മേഖലയിൽ നമ്മൾ ടൂറിസ്റ്റ് ഗൈഡുകളായും അതുപോലെ തന്നെ ഇവർക്കുള്ള ഹോം സ്റ്റേ ഫെസിലിറ്റികൾ, കേരളത്തിൽ ധാരാളം ഹോം സ്റ്റേ ഫെസിലിറ്റികളുണ്ട്. അങ്ങനെ ഹോം സ്റ്റേ ഫെസിലിറ്റികളായും മറ്റുള്ള ഒത്തിരി സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയും ഉള്ളൊരു പ്രധാന വിഷയം, ഞാൻ ഈ ഹോം സ്റ്റേ ഇതിൻ്റെ അസോസിയേഷൻ്റെ ആളുകളുമായി സംസാരിച്ചിരുന്നു, GKSFുമായി സഹകരിക്കുന്നതിന് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സഹകരിച്ച. അപ്പോൾ അവർ പ്രധാനമായും പറയുന്നത്, ഞാനിപ്പോൾ ഈ മദ്യത്തിൻ്റെ വിഷയത്തിലൊക്കെ ഉണ്ടായിരുന്നതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം പറയുകയാണ്. ഈ പറയുന്നത്, നമുക്ക് ശരിക്കും അവരുടെ ഈ ഹോം സ്റ്റേ ഫെസിലിറ്റിയിൽ വിദേശികൾ വന്നാൽ വളരെ ഈസിയാണ്, വളരെ ക്രെഡിബിളാണ്, വളരെ ഇൻറ്റഗ്രിറ്റിയോടെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. കാരണം ഈ ഹോം സ്റ്റേ ഫെസിലിറ്റി വീടിനകത്തുള്ള ഒരു റൂമാണല്ലോ കൊടുക്കുന്നത്. അവർ വളരെ ഇൻറ്റഗ്രിറ്റിയോടാണ് പെരുമാറുന്നത്. അവരെല്ലാം പ്രയാസപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റുകൾ ഇതേ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ നമുക്കൊക്കെ പൊതുവിൽ മലയാളികൾക്ക് നമുക്കൊക്കെ ഒരു മനോഭാവം ഉള്ളത്, നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരാൾ 2000 രൂപ നമ്മളൊരിടത്ത് റെൻറ്റിന് ചെന്നു, 2000 രൂപയാണ് പ്രതീക്ഷിച്ചത്, അയാൾ 3000 രൂപ വാങ്ങിയാൽ പിന്നെ അടുത്ത നമ്മുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇവനിത് 4000 രൂപ ഇവനെ കൊണ്ട് എങ്ങനെ ചിലവാക്കാമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി AC ഇട്ടിട്ട് പോവുക, പൈപ്പ് തുറന്നു വിട്ടിട്ട് പോവുക, താക്കോല് കൊടുക്കാതെ പോവുക. അപ്പോൾ നമ്മളിതിനകത്ത് പ്രധാനമായും ഈ ബാക്കി സംരംഭ വളർച്ച എല്ലാം ചിന്തിക്കുമ്പോൾ തന്നെ ശരിക്കും ഒരു ടൂറിസ്റ്റ് കൾച്ചർ, നമ്മുടെ ഒരു ഒരു പറയുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അത്തരത്തിലൊരു ചിന്തയിലേക്ക് സാധാരണ ഇപ്പം നമ്മൾ ഈ കേരളത്തിൻ്റെ അവസ്ഥ ഒരു ജിയോ പാരഡിയാണ്. ജിയോ പാരഡി എന്ന് പറഞ്ഞാൽ പൊതുവിൽ നല്ല വിദ്യാഭ്യാസ നിലവാരം, സാക്ഷരതാ നിരക്ക്, ആരോഗ്യ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള ഒരു കറപ്ഷൻ തോത് കുറഞ്ഞിരിക്കണം. പിന്നെ കൾച്ചറായിട്ടുള്ള പെരുമാറ്റം കൾച്ചറായിരിക്കണം. ഇപ്പം നമ്മുടെ ഈ മാലിന്യ സംസ്കരണവും അതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ നമ്മുടെ ഓടകൾ അല്ലെങ്കിൽ അങ്ങനെ മെയിൻ്റനൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ നേരെ തിരിച്ചാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇൻഡിക്കേറ്റർ. അത് ശരിക്കും ഒരു സോഷ്യൽ സയന്റിസ്റ്റുകളോ ആന്ത്രോപോളജിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒക്കെ അടങ്ങുന്ന ഒരു ടീം തന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വളരെ കുലങ്കുഷമായി ഇൻഡെപ്ത് ആയിട്ടൊന്ന് പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ട് നമുക്ക് ഇത്രയും വിദ്യാഭ്യാസ നിലവാരവും അല്ലെ ഈ സംഗതികളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ആ ഒരു ചിന്തയിലേക്ക് വരാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിൽ പക്ഷേ ആ സ്വാർത്ഥത എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ വീട്ടും എൻ്റെ പരിസരവും വൃത്തിയാവുക, അതിനപ്പുറം ഒരു അതിനെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണോ? ഒരു ഫാമിലി യൂണിറ്റ് എന്നുള്ള ലെവലിൽ ചിന്തിച്ചാൽ അങ്ങനെ പക്ഷേ അതിനൊരു ഇത് വരില്ല. പക്ഷേ അങ്ങനെ തന്നെ ചിന്തിക്കാത്തതാണോ എന്നൊന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീട് വൃത്തിയായിട്ട് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വേറൊരു സ്ഥലത്ത് പോയി വൃത്തിഹീനമാക്കാൻ അയാളുടെ മനസ്സ് അനുവദിക്കുമോ? പാടില്ല. അത് ഞാൻ ചോദിക്കുക. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നത് എന്നുള്ളതാണ് ഈ നമുക്ക് മനസ്സിലാവുന്ന ഒരു എവിടെയാണ് അത് ശരിക്കും അതൊരു വളരെ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടൂറിസ്റ്റ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, പിന്നെ വിദേശികളോട് പെരുമാറുന്ന കാര്യത്തിൽ നമ്മൾ കണ്ടില്ലേ, നമുക്ക് ഒരു സ്ഥലത്തു നിന്നും കേരളത്തിൽ നിന്നൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഇപ്പം നമ്മൾ തമ്മിൽ കണ്ടു. ഒരു ഹായ് ഹലോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ പറയുന്ന നമ്മളൊരു മോശമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പരസ്പരം കരുതുന്നത്. നമ്മൾ ഭയങ്കര റിസർവ്ഡ് ആണ്, നമ്മൾ വല്ല മസിൽ പിടിച്ചിരിക്കുന്നതിലാണ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വിശ്വസിക്കുക. അതേസമയം ഒരു ഫോറിനറോട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ അയാളുടെ സംഭാഷണത്തിനിടയിൽ ഒരു 50 തവണയെങ്കിലും ഗുഡ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. അവരിവിടെ വരുമ്പോഴും പലരും പ്രതീക്ഷിക്കുന്ന അതുപോലെയൊക്കെയാണ്. നമ്മളിവിടെ വരുമ്പോൾ അവരോട് ബിഹേവ് ചെയ്യുന്ന കാര്യത്തിൽ മറ്റൊരു. പക്ഷേ ഞാൻ ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ കുറച്ചൊക്കെ എനിക്കൊരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത്
ഇപ്പോഴും നമ്മുടെ ഇപ്പോൾ നമ്മുടെ കുറച്ചുകൂടെ ഒരു കൺസർവേറ്റീവ്നെസ്സും ഈ വരുന്നവൻ നമ്മുടെ ഒരു ശത്രുവല്ല, അവൻ നമ്മുടെ ഒരു മിത്രമാണ്, അവൻ ഇനിയും വരണം, അവനോട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു വിദേശി അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിനെ അല്ലെങ്കിൽ ഒരാളിനെ തന്നെ നമ്മൾ ഒരിക്കൽ പരിചയപ്പെടാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ചിലപ്പോൾ ജീവിതത്തിൽ ഇനി ഒരിക്കലും ആളുമായി കണ്ടു എന്ന് വരില്ല. അപ്പോൾ ആ നമ്മൾ മൊമെന്റസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആ ഇംപ്രഷനാണ് അയാളിൽ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ഒരുപക്ഷെ നിലനിൽക്കുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിലൊക്കെ ഇതിനെ ഒന്ന് ചിന്തിച്ച് വിലയിരുത്തി അതുപോലെ ഒന്ന് ബിഹേവ് ചെയ്യാൻ അവനൊരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ എയർപോർട്ടുകളിൽ സഞ്ചരിക്കുമ്പോൾ, അപ്പോൾ മാഡം പോയിട്ടുള്ളതായിരിക്കും, ഒരു സ്ഥലത്ത് എയർപോർട്ടിലേക്ക് ചെന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും, നമ്മളിപ്പോൾ ദുബായിൽ ചെന്നിറങ്ങുമ്പോൾ അവരുടെ ഒരു ഫേഷ്യൻ അവരെത്ര പ്ലസൻ്റ് ആയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഒരു എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നാൽ നമ്മളത് അവരുടെ ഒരു ഫേസ് ഒക്കെ കാണുമ്പോൾ തന്നെ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും അല്ല ഞാൻ പറഞ്ഞത് ശരിക്കും പറയുന്ന നല്ലോണം, അതായത് നമ്മൾ വരുമ്പോ ആരും ഇല്ല ശരിക്കും ആ വാതിലിന്റെ അവിടെ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടുപേരും നിന്ന് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് നിന്ന് ഒരു ചിരി, അത് ശരിക്കില്ല. വരുന്നവരടുത്ത് ഒരു ഹലോ ചോദിച്ചു, ഹൗ ഈസ് യുവർ ജേർണി, കംഫർട്ടബിൾ, ഈസ് ഇറ്റ് കംഫർട്ടബിൾ ആയിരുന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ അതിനൊന്നും ഒരു വലിയ സാമ്പത്തികം ഒന്നും ചിലവാകുന്ന വിഷയമല്ല, നയപരമായ ആവശ്യങ്ങളൊന്നുമില്ല, ഇതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവ് ഇറക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. നമ്മൾ ഓരോരുത്തരും ഒന്ന് കൺസേൺഡ് ആയിട്ട് ഈ വരുന്നവരോടൊന്ന് നന്നായി പെരുമാറാൻ തയ്യാറായാൽ തന്നെ കേരളത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് രംഗത്ത് വലിയ ബൂമുണ്ടാവും. നമുക്ക് വലിയ വെല്ലുവിളിയാണ്. നമുക്കിപ്പം ഗോവ നമ്മളെക്കാൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിനപത്രത്തിൽ തുടർച്ചയായി മലയാള മനോരമ ദിനപത്രത്തിൽ വന്നു, ശ്രീലങ്ക നമ്മളെക്കാൾ വേഗത്തിൽ കുതിക്കുന്നു. ഇതൊക്കെയാണോ GKSF ശരിക്കും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ? അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞാണ്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഞാനിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത്തവണ GKSF സംഘടിപ്പിച്ചിട്ട് ഈ കേരളത്തിൽ പൊതുവിൽ കാണുന്ന ഒരു സംഗതിയുണ്ട്, ഇതാരും അങ്ങോട്ട് ഓൺ ചെയ്യാൻ തയ്യാറാവില്ല. ഇപ്പോൾ മാഡത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യം ചെയ്യുന്നതെങ്കിലും അത് ഗുണത്തിന് വേണ്ടിയാണെന്ന് സമ്മതിച്ച് സ്വീകരിക്കില്ല. എനിക്കൊരു താല്പര്യമില്ല, പിന്നെ നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതും നമ്മുടെ ഒരു മനോഭാവത്തിന്റെ വിഷയമാണ്. ഇനി എനിക്കൊരു താല്പര്യമുള്ളതാണെന്ന് തോന്നിയാൽ, എനിക്കൊരു സന്തോഷം തോന്നിയാലോ എന്ന് വിചാരിച്ചാൽ മാഡം അങ്ങനെ സന്തോഷിക്കേണ്ട എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് ഓൺ ചെയ്യാൻ തയ്യാറാകണം. അപ്പൊ എന്നെ ഇപ്പോൾ അലട്ടുന്നൊരു വിഷയം, നമ്മളിപ്പോൾ ഇതുമായിട്ട് വ്യാപാരികളെ സമീപിക്കുമ്പോൾ അവരിത് മനസ്സിലാക്കണം, ഇതൊരു ഫെസ്റ്റിവൽ ഗവൺമെന്റ് നടത്തുകയാണ്, ഇത് ഞങ്ങൾക്കൂടെ വേണ്ടിയിട്ട് നടത്തുന്നതാണ്. ഇതിലെന്തെങ്കിലും കറക്ഷൻസോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മാറ്റം വരുത്താം, അടുത്ത വർഷങ്ങളിൽ ഇത് ഭംഗിയാക്കാം. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇതിനെ ഒന്ന് സ്വീകരിക്കാൻ അവരൊന്ന് തയ്യാറാവണം, ഒന്ന് മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ തയ്യാറാവണം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ഒരു 6000-7000 കടകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർ നന്നായി സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു നമ്മുടേതാണ് ഈ ഉത്സവം എന്നുള്ള രീതിയിൽ വ്യാപാരി സമൂഹം മൊത്തത്തിൽ ഏറ്റെടുത്താൽ, നമ്മൾ ഈ തിരുവനന്തപുരം മുതൽ അങ്ങ് ഞാൻ കൊല്ലം വരെ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി വരെ സഞ്ചരിക്കുന്നതിനിടയിൽ എത്രയോ കടങ്ങൾ അലങ്കരിച്ചിരിക്കണം, അവിടെ എന്തെല്ലാം ഒരു ഡിസ്കൗണ്ടുകൾ. അപ്പോൾ എന്താണ്, ആളുകളെ അങ്ങോട്ട് വെൽക്കം ചെയ്യുന്നത് പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യണം, മനസ്സിലാവുന്നത്. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഈ വിപണിയിൽ നിന്ന് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ചിന്ത. അങ്ങനെ ഇപ്പം ഈ GKSF പറഞ്ഞല്ലോ, ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള കംപ്ലീറ്റ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഒരു റീജിയൻ വൈസ് തന്നെ മാറും അവരുടെ പെരുമാറ്റമൊക്കെ. ഏറ്റവും നന്നായിട്ടുള്ള റെസ്പോൺസ് തോന്നിയിട്ടുള്ളത് എവിടെ നിന്നാണ്? അതായത് നമ്മുടെ ഈ 14 ജില്ലകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം പൊതുവിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു മോഡലാണ്. പല കാര്യങ്ങളും ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ, സാക്ഷരതയുടെ നേട്ടം കൈവരിച്ച കാര്യത്തിൽ, അതുപോലെ പല കാര്യത്തിലും നമ്മൾ പൊതുവേ ഈ നമ്മളൊക്കെ ഈ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട്, കരുനാഗപ്പള്ളി തെക്കന്മാരായതുകൊണ്ട് നമുക്ക് പറയാം, കുറച്ചുകൂടി പല സംഗതികളും ഹൃദയം കൊണ്ട് പെട്ടെന്ന് സ്വീകരിക്കുകയും പൊതുവിൽ അങ്ങടാണ്, മലബാർ സൈഡിലേക്കാണ് അവർക്ക് ഒരു. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു ആത്മാർത്ഥതയുടെ ലക്ഷണമാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഈ ആത്മാർത്ഥതയോട് കൂടുതൽ കൊണ്ടാണ് ഈ പലപ്പോഴും കൊലപാതകങ്ങൾ ഒരുപാട് അവിടെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ആദർശത്തിൽ വിശ്വസിച്ചാൽ അതിൽ നിന്ന് അണുവിട ചലിക്കാൻ, സ്വന്തം ജീവൻ കൊടുത്താൽ പോലും ചലിക്കാൻ തയ്യാറല്ല. ഇവിടെ പക്ഷേ അങ്ങനെ നമ്മുടെ സ്ഥലത്തോട്ട് വന്നാൽ അങ്ങനെ ആദർശത്തിന് വേണ്ടി ജീവൻ കളയാനൊന്നും ഇവിടെ അധികം ആളുകളെ ഒന്നും കിട്ടൂല. ഇവിടെ വേറൊരു ട്രെൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവിൽ ഇതിൻ്റെ ഒരു സപ്പോർട്ട് കൂടുതലായി നമ്മൾ മലപ്പുറം ജില്ലയിൽ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തൃശ്ശൂർ ജില്ല, പൊതുവിലെല്ലാം തൃപ്തികരമായിട്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് സ്പ്രെഡ്. പക്ഷേ ഇതിൻ്റെ ഒരു വോളിയം നമുക്ക് കുറച്ചുകൂടി എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ, എന്ന് പറഞ്ഞാൽ കടക്കാർ സഹകരിക്കണം, അവർ കുറച്ച് നല്ല രീതിയിൽ കടകളൊക്കെ അലങ്കരിച്ച് ഈ സീസൺ ആകുമ്പോഴത്തേക്ക് അതിനൊന്ന് തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബ്രാൻഡഡ് കമ്പനികൾ, ഇപ്പോൾ കടകൾ തന്നെ തയ്യാറായാൽ ബ്രാൻഡഡ് കമ്പനികൾ ഓണക്കാലത്ത് പ്രഖ്യാപിക്കുന്നത് പോലെ ചില ഡിസ്കൗണ്ടുകൾ ഈ സീസണിൽ പ്രഖ്യാപിക്കണം. ഞാനിപ്പോൾ ഇത്തവണ ഒന്ന് ആലോചിക്കുന്നുണ്ട്, ഫൈനലൈസ് ചെയ്തില്ല.
ജനുവരി 1 ഏതെങ്കിലും ഒരു ദിവസം എ ബിഗ് ഡേ എ ബിഗ് ഡീൽ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ദിവസം മാത്രം ഈ നമ്മുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങുന്നവർക്ക് ഒരു സർപ്രൈസ് ഓഫറുകൾ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ അതെ 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 ഇപ്പം ഈ ഭാഗ്യം ഉണ്ടാകുമെന്ന് കരുതി അക്ഷയ തൃതീയയ്ക്കൊക്കെ നമ്മൾ ക്യൂ നിൽക്കുന്നവരാണല്ലോ നമ്മൾ. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം പ്രചരിപ്പിക്കുന്നില്ല. അതിന് പകരം അങ്ങനെ കടയിൽ പർച്ചേസ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും നല്ല ഓഫറുകൾ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക്. അപ്പം ഇങ്ങനെ സഹകരിച്ചാൽ എല്ലാവരും സഹകരിച്ചാൽ അതിന് പകരം ഇപ്പോൾ ഇത് ഗവൺമെൻറ്റിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകാനാണ് അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രശസ്തി വർദ്ധിക്കാനാണ് എന്നൊക്കെ പറയുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ GKSF അവസാനിപ്പിച്ചതുകൊണ്ട് ഇല്ലാതായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ ഗവൺമെൻറ്റുകൾക്കൊന്നും സംഭവിക്കില്ല. നേട്ടം മറിച്ച് വരുന്ന ഈ പറയുന്ന ടൂറിസ്റ്റിനും ഇവിടെയുള്ള ജനങ്ങൾക്കുമാണെന്നുള്ള ബോധം ആ ഒരു സംഗതി ഒന്ന് ഓൺ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇത് നമുക്ക് കൂടിയാണ് എന്നുള്ള ഒരു നമ്മുടേതാണ്. അതിന് പൊതുവിഷയങ്ങളിലെല്ലാം നമുക്കതുണ്ട്. എന്താന്ന് വെച്ചാൽ ആദ്യം ഒന്ന് തടുക്കും. തടുക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് നമ്മളുടെ ഡൈനിങ് റൂമിന്റെ വലിപ്പം പോലും റോഡിനുണ്ടായി കൂടാന്ന് ചിലപ്പോഴും നമ്മൾ വാശി പിടിക്കാറുണ്ട്. നമ്മുടെ വീട് വലുതാക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, ഇതൊന്നും സൗകര്യം ഇല്ല എന്ന് പറയും. നമ്മുടെ വീട്ടിൽ ഇതുകൊണ്ട് എന്ത് സൗകര്യം, ഇതിന് 4 ഇരട്ടി വേണമെന്ന് പറയും. പക്ഷെ അത്രയും സൗകര്യം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഒരല്പ സൈഡ് നമ്മൾ ഇച്ചിരി സ്ഥലം കൊടുത്താൽ വീതി കൂട്ടാൻ പറ്റുമെങ്കിൽ അവിടെ നമ്മൾ ഈ അരസെന്റിന്റെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഇതുകൊണ്ട് ബാക്കി ആർക്കൊക്കെ നമ്മുടെ ശത്രുക്കൾക്ക് ഗുണമുണ്ടായി പോകുമെന്ന് ഭയന്നാൽ പിന്നെ ഈ വഴി തന്നെ കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ചില വിചിത്രമായ മനോഭാവമാണ് ഇതിനകത്തുണ്ട്. പശ്ചാത്തല സൗകര്യവും നല്ല ഒരു അന്തരീക്ഷം, പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ പൊതുവിൽ നല്ല പിന്തുണ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെ നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതൊന്ന് ഓൺ ചെയ്യാൻ, ഇതൊന്ന് ഏറ്റെടുക്കാൻ ഇവരെല്ലാവരും കൂടി ഒന്ന് തയ്യാറാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീസൺ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയി തന്നെ ഒരു നല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യാവലി തയ്യാറാക്കി ഇതിൽ പങ്കെടുത്ത മുഴുവൻ കടകളിൽ നിന്നൊരു ബേസിക് ഡേറ്റ എടുക്കുകയാണ്. ഇത് പിന്നെ എങ്ങനെ സംഘടിച്ചു, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ, ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്നിട്ട് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്തെങ്കിലും മാറ്റണോ, ഇതിനെ ഒരു എന്താ പറയുന്നത് ഇപ്പം ഞാൻ ഈ എടുത്തിട്ട് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ തന്നെ നടത്തുന്നത് ഒരു പ്രാദേശിക ഫെസ്റ്റിവലായിട്ടാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ ഇതിനെ ഒരു 10-40 പ്രാദേശിക ഫെസ്റ്റിവൽസ് ആക്കുന്നതാണോ നല്ലത്? അപ്പോൾ അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ഓണർഷിപ്പ് ഈ ഏറ്റെടുക്കാനുണ്ട്. അപ്പൊ പ്രാദേശികമായി നമ്മളൊരു എത്നിക് ഫീലിംഗ്സ് ഉള്ളവരാണ് മലയാളികൾ. കേരളീയർ എന്ന് ബ്രോഡായി പറയുമെങ്കിലും ഇപ്പൊ പാലാക്കാർ, കുട്ടനാട്ടുകാർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു വികാരം അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കുന്നത്. അതെ, അപ്പൊ അതൊന്ന് ഈ പറഞ്ഞ പോലെ എല്ലാ ജില്ലകളിലും അവരുടേതായിട്ടുള്ള പ്രാധാന്യം ഫീൽ ചെയ്ത് കൊടുക്കുക. ആ കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലൊരു സജഷൻ ആണെന്നാണ് തോന്നുന്നത്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ അതാത് സ്ഥലങ്ങളിൽ ഇപ്പം കൊല്ലം ഫെസ്റ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കിത് മാറ്റാൻ കഴിയും. പക്ഷെ അതിനകത്ത് കുറെ കൂടെ നമുക്ക് ചിന്തിക്കാനുള്ളത് അപ്പോഴത്തേക്ക് ഒരു വ്യാപാരത്തിനെ എങ്ങനെ ക്രമീകരിക്കണം. അപ്പോൾ അത്തരത്തിൽ കുറച്ചുകൂടി അതിനകത്ത് ആലോചിക്കാനുണ്ട്. പക്ഷേ ആ ഓപ്ഷൻസ് എല്ലാം പരിഗണിക്കുന്നുണ്ട് നമ്മൾ ഈ ഫോർമിൽ. അപ്പോൾ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് ഇപ്പം ഈ ടൂറിസവും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സും അത് പലതും ഒന്നിച്ച് സമഗ്രമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ നിന്ന് എന്താണ് ഈ കടക്കാർക്ക് ശരിക്കും ഓഫർ കൊടുക്കുന്നത്? അതായത് സർക്കാർ അതിനകത്തൊരു പ്രതിബദ്ധത, അത് കഴിഞ്ഞ 7 വർഷം മുമ്പ് ഇത് തുടങ്ങിയത് LDF സർക്കാരാണ്. അന്ന് മുതൽ തന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ റവന്യൂ അത്ര തൃപ്തികരമല്ലെങ്കിലും എല്ലാ വർഷവും ഗവൺമെൻറ് ഗ്രാൻഡ് നൽകുന്നുണ്ട്. ഇതിന് 25 കോടി രൂപ വരെ ഗ്രാൻഡ് കിട്ടിയ ഒരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് 10 കോടി രൂപയാണ് ഗ്രാൻഡ് കിട്ടിയത്. ഇത്തവണയും നമ്മൾ അതിനടുത്ത് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തവണ തന്നെ സാമ്പത്തികത്തിൽ നല്ല പ്രയാസമുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യം എടുത്തിട്ട് ഇത് തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓണർഷിപ്പ് ഇതിനകത്തുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 8 വർഷമായി. ഒരു 4-5 വർഷം കൊണ്ട് ഇത് ശരിക്കും ഈ വ്യാപാരി സമൂഹം ഓൺ ചെയ്യണം. ഈ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇപ്പം നമ്മൾ ഒരു വലിയ വിമർശനമുണ്ട് ഇതിനകത്ത്. എന്താണെന്ന് വെച്ചാൽ കർഷക തൊഴിലാളി പെൻഷൻ അതുപോലെയുള്ള സംഗതികൾ, ഇപ്പോൾ KSRTC ജീവനക്കാരുടെ പെൻഷനൊക്കെ ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു സമയത്ത് 10 കോടി രൂപ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വിമർശകർ പറയുന്ന ഒരു സംഗതിയാണ് ഈ വ്യാപാരം വർദ്ധിക്കുന്നതുകൊണ്ട് എന്താണെന്നൊക്കെ ചോദിച്ചു. വ്യാപാരം വർദ്ധിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും സർക്കാരിന് കിട്ടുന്ന ടാക്സ് വർദ്ധിക്കുന്നു, ഒരു ആരോഗ്യകരമായ അന്തരീക്ഷം ഉണ്ടാകുന്നു. കടകൾ മുഴുവൻ അസ്വസ്ഥരാണെങ്കിൽ, അപ്പോൾ കടകളിലൊന്നും വ്യാപാരമില്ല, കച്ചവടം ഇല്ലെങ്കിൽ അത് നമ്മുടെ ഒരു പൊതുപ്രവർത്തനത്തെ എല്ലാം ബാധിക്കും. നമുക്ക് ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് ഹാഷിം എന്നാണ്. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്. ശരി, സാറിനോട് ചോദിച്ചോളൂ. സാറേ, എനിക്ക് എന്റെ സംശയം, ഈ പരിപാടി, ഈ JKSന്റെ ഈ പരിപാടി നമുക്ക് ഓണക്കാലത്തോട്ട് മാറ്റിക്കൂടായിരുന്നു? ഓണക്കാലമല്ലയോ കേരളത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ നടക്കുന്ന സമയം ഓണക്കാലമാണ്. മാത്രമല്ല ഒരുപാട് പൈസകൾ മാർക്കറ്റിൽ വരുന്ന സമയവും ഓണക്കാലമാണ്. ഇപ്പൊ ഒരു അൺസീസൺ സമയമാണ്. ഒരു ഓച്ചിറ മാതിരി ഒരു വലിയ ഉത്സവം നടന്നിട്ട് അവിടെ പൈസകളെല്ലാം അങ്ങനെ ഒരു മാറാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഞാനൊരു കച്ചവടക്കാരനാണ്.
പക്ഷെ ഈ സമയം ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു സമയമാണ്. നേരെ മറിച്ച് ഇതൊരു ഓണക്കാലത്തോട്ടോ അല്ലെങ്കിൽ വേറൊരു ഫെസ്റ്റിവൽ ടൈമിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ വരികയും ടൂറിസ്റ്റുകൾക്ക് ഇതൊരു ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവുകയും ചെയ്യും. ശരിയല്ലേ സാർ ഞാൻ പറഞ്ഞു? അതിൽ രണ്ട് കാര്യമുണ്ട് ഹാഷിർ. അതിനകത്തൊരു പ്രധാന കാര്യം, ഈ ഓണക്കാലത്ത് നമ്മളുടെ ആരുടെയും പുഷില്ലാതെ തന്നെ ഒരു നല്ല മാർക്കറ്റും നല്ല വിപണിയും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഓണക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഓണക്കാലത്തെ ഈ കച്ചവടക്കാർ വിശേഷിപ്പിക്കുന്നത് മാർക്കറ്റ് ബ്ലീഡിംഗ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10, 15 അല്ലെങ്കിൽ 20, 30 ദിവസം കൊണ്ട് ഒരുപാട് പ്രോഡക്ട്സുകൾ വരിക, പിന്നെ ഗോഡൗണുകൾ എടുക്കുക, അതിൻ്റെ ക്രമീകരണം ഭയങ്കര സംഗതിയാണ്. എന്ന് മാത്രമല്ല അതിനൊരു കാലാവസ്ഥാ വ്യതിയാനം. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ സംഭവിച്ച എന്താ, ഒരു ചെറിയ മഴ വന്നതോടുകൂടി നമ്മുടെ ഓണവിപണനം ആകെ വല്ലാതെ ആയിപ്പോയി. അപ്പം നമ്മളിതിനകത്ത് ശ്രമിക്കുന്നത് ഈ ഓണക്കാലത്തെ വ്യാപാരം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. ഒരു പുതിയ ഷോപ്പിംഗ് സീസൺ കൂടി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 2, 3 ഷോപ്പിംഗ് സീസൺസ് ഉണ്ട്. ഇപ്പോൾ ഹോളി, പൊങ്കൽ, പല ആഘോഷങ്ങളുണ്ട്. നമ്മളുടെ ആകെ വ്യാപാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഓണക്കാലത്താണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓണക്കാല വ്യാപാരത്തെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ക്രിസ്തുമസ്, ന്യൂ ഇയർ ആ ഒരു വ്യാപാര കാലഘട്ടം പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം അതെ അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ഈ നമ്മളുടെ ഒരു ടൂറിസ്റ്റ് സീസൺ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് തുടങ്ങുന്നത്. ഓണക്കാലത്ത് നമുക്ക് അധികം ടൂറിസ്റ്റുകൾ കേരളത്തിൽ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു കണക്കുകൾ പ്രകാരം ഒരു 10-60 ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ എത്തുന്നത് നമ്മളുടെ ഈ നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു വ്യാപാരം കൂടി കിട്ടത്തക്കതിന് വേണ്ടിയിട്ടും ഒരു വിപണി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സംഗതി നമ്മൾ ചെയ്യുന്നത്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓണക്കാലത്തും നമുക്കിതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ പതിപ്പ്, ഒരു എന്താ പറയുക, ഒരു ചെറിയ സിഗ്നേച്ചർ രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും. നാട്ടിലെ ഒരു സാധാരണ ഗവൺമെന്റ് ജോലിക്കാരന് ചിലപ്പം ഗവൺമെന്റിൽ നിന്നുള്ള വരുമാനമായാലും ഏത് രീതിയിലായാലും പൈസ കിട്ടുന്നത് ഓണക്കാലത്താണ്. ഈ പൈസ ഒന്ന് പർച്ചേസ് ചെയ്യുകയും അവർക്ക് ഇതിനെ പറ്റിയുള്ള പ്രയോജനം കിട്ടുകയും ചെയ്യേണ്ടത് ഓണക്കാലത്തൊക്കെ ആകുമ്പോൾ ഇത് ഇതൊന്ന് വികസിക്കും, ഇത് നന്നാവണം. ഈ നാട്ടിലൊരു ആഘോഷമാണെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും താങ്കളുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ താങ്കളുടെ ഇതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് ശരിയാണ്. നമുക്ക് ഈ ഓണക്കാലത്ത് കൂടി നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഓണത്തെ പോലെ ചിലപ്പോൾ ഒരു വർഷങ്ങളെടുക്കും. നമ്മളിപ്പോൾ ദുബായ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഡിസംബർ ജനുവരിയിലേക്ക് കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിനൊരു ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ ഇപ്പം നമ്മൾ സർക്കാർ തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തവണ നടന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത തവണയാവുമ്പോൾ നമ്മുടെ ഈ GKSF സീസണിൽ ഒരു ടാക്സ് ഹോളിഡേ അല്ലെങ്കിൽ ഒരു ടാക്സ് ഡിസ്കൗണ്ട് നമുക്ക് ഈ സീസണിൽ മാത്രം ഒരു ടാക്സിൽ ചെറിയ ഇളവ് കൊടുക്കുക, എന്നിട്ട് ആ ഡിസ്കൗണ്ട് നമ്മൾ നേരെ കൺസ്യൂമർക്ക് കൊടുക്കുക, ഉപഭോക്താവിന് കൊടുത്താൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി വ്യാപാരം വർദ്ധിക്കും. ഇപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി, അല്ല ഇതെന്തോ ഒരു ഇപ്പൊ ഏറ്റെടുത്ത കടകൾ പോലും ഇതൊരു നേർച്ച നടത്തുന്നത് പോലെ നടത്തുന്നതല്ലാതെ, അതാണ് ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾക്ക് പലതിലും ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു എൻ്റേതാണ്, എനിക്ക് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി. നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ താങ്കൾ വിദേശത്ത് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അറിയാം, നമ്മൾ അവിടുത്തെ ഒരു മാളിൽ ചെന്നാൽ അവിടെ നിൽക്കുന്നവർ സംസാരിക്കുകയും പ്രതികരിക്കുകയും അല്ലെങ്കിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജി പോലെ നമ്മുടെ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പലതും ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ നടന്നു പോകുന്നതാണെന്ന് പറഞ്ഞ് താങ്കൾ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ചില കടകളിൽ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നുമുണ്ട്. ഏതായാലും ഈ പറഞ്ഞ ഓണക്കാലത്ത് കൂടി ഇത്തരത്തിലൊരു മേള സംഘടിപ്പിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് തീർച്ചയായും താങ്കളുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് ചെയ്യും. താങ്ക് യു ഫോർ കോളിംഗ്. ഈ ഓണത്തിനൊക്കെ വളരെ മുമ്പ് തന്നെ പറഞ്ഞ പോലെ വളരെ സജീവമായിട്ടുള്ളൊരു മാർക്കറ്റും, ഓണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആണല്ലോ, അപ്പോൾ അതിന് അന്നത്തെ ഒരു കോൺസെപ്റ്റും ഇന്നും ആയാലും എല്ലാ ജനങ്ങളും ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ഡിഫറെൻ്റ് ആണ്. അതിന് പ്രത്യേകിച്ചൊരു ബൂസ്റ്റിംഗ് ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു മിനി GK ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നേച്ചർ പറഞ്ഞ പോലെ അത് നല്ലൊരു സജഷൻ ആയിരിക്കും. പക്ഷേ ശരിക്കും വേണ്ടുന്നത് ഈ സമയത്തെന്ന് പറഞ്ഞാലും ക്ലൈമറ്റ് നല്ലതാണ്. കേരളത്തിൽ പൊതുവെ നല്ലൊരു ക്ലൈമറ്റ് ഉള്ള സമയമാണ് ഈ ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ. പിന്നെ അയ്യപ്പ ഭക്തന്മാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വരികയും പലയിടത്തും ഒരു ഈ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ വരികയും അവിടുത്തെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ഒരു എന്താ പിൽഗ്രിമേജ് ടൂറിസം ആ ഒരു ഇതുകൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ഇൻഫ്ലോ ആ സമയത്ത് ഒരുപാടുണ്ട് അല്ലേ? അതെ, ആ ഇൻഫ്ലോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ റിസൾട്ട്. അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനകത്ത് മാഡം എന്നോട് ചോദിച്ചില്ലേ എന്താണ് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുന്ന ഒരു വിഷയം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത്തവണ നമ്മുടെ GKSFന്
നന്നായി മീഡിയയും മറ്റേതുമൊക്കെ ഒരു നന്നായി കവർ ചെയ്തു, അവർ നന്നായിട്ട് എഴുതി. ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഒരു നിഷ്കളങ്കമായ ആഗ്രഹം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത പിന്തുണ തന്നെ പല കോർണറുകളിൽ നിന്നും കിട്ടി. അപ്പോൾ പലരും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ പലരും പറയുന്നുണ്ട് ഇത്തവണ ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ്, ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഇവിടുന്ന് സാധനം വാങ്ങാമെന്ന് കരുതിയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പോസ്റ്റിങ്സ് ഇടുന്നുണ്ട്. ഞാൻ ഉത്കണ്ഠയിലാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നേരത്തെ വിളിച്ച ആൾ സൂചിപ്പിച്ചതുപോലെ അവർ വളരെ പ്രതീക്ഷയോടെ കേരളത്തിലൊരു കടയിൽ വന്ന് കയറുമ്പോൾ ഇവിടെ വളരെ നേർച്ച പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിലാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ വ്യാപാര മേഖല മുഴുവൻ ഇയാളോട് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ ഈ സീസണിൽ വരുന്ന ഒരാൾ വാങ്ങാൻ വരുന്ന ആള് ജീവിതത്തിൽ ഒരിക്കലും കേരളത്തിൽ നിന്ന് വാങ്ങണ്ടാന്ന് തന്നെ തീരുമാനിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ എത്തുകയും അതെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുമെന്നുള്ള ഉത്കണ്ഠ എനിക്കുണ്ട്. അത് വരാതിരിക്കാനായിട്ട് ഒരു സജഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഏതായാലും നിങ്ങൾ വ്യാപാരികളെയൊക്കെ ഒരുമിപ്പിച്ചിട്ടാണല്ലോ ഇത് തുടങ്ങുന്നത്. തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ വ്യാപാരികളെയൊക്കെ മീറ്റ് ചെയ്ത് ആ സമയത്ത് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂമിങ് എന്നുള്ളൊരു ലെവലിൽ ഇവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഈ നമ്മുടെ ആറ്റിറ്റ്യൂഡിനൊരു പ്രോബ്ലം വന്നിട്ടുണ്ട് ശരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു പലർക്കും അവർക്ക് കിട്ടുന്ന ലാഭം അല്ല അവർക്ക് എന്തോ ഗുണമുണ്ട് നമുക്കെന്താ അതിനെക്കൊണ്ട് എന്നുള്ള ആ ഈ ഓണർഷിപ്പിൻ്റെ ഈ പ്രശ്നം കൊണ്ട് ആ ഒരു ഫീലിംഗ് വരുമ്പോൾ ഇതല്ല, ഇത് നിങ്ങളുടേതാണ്. നമ്മൾ പല ചാനലിലും പറയും നിങ്ങളുടെ ചാനൽ എന്ന് പറയും. കാരണം വെച്ചാൽ എന്തിനാ, കാരണം ആ ഇൻവോൾവ്മെന്റ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇപ്പോൾ ചാനലുകാർ പറയണത് ഞങ്ങളുടെ ചാനലാണ് നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു റെസ്പോൺസ് കിട്ടില്ല. പക്ഷേ അത് ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ ചാനൽ, നിങ്ങളുടെ സ്വന്തം ചാനൽ എന്നൊക്കെ പറഞ്ഞ് കോമ്പിയേഴ്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീല് അത് വരാൻ വേണ്ടിയിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു GKSF തന്നെ ഒരു മുൻകൈ എടുത്ത് ഈ എപ്പോഴാണോ നിങ്ങൾ എന്താ പറയുക ഈ വ്യാപാരിച്ച് കൂട്ടുന്നത് ആ സമയത്ത് അവർക്കൊരു അറിയാതെ ഒരു ഗ്രൂമിങ്ങിൻ്റെ ഒരു വശം കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലം കൊണ്ടെങ്കിൽ അതൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് ഫിലിപ്പ്, ഞാൻ TV കണ്ടോണ്ടിരിക്കുക. ആ സാർ ചോദിച്ചോളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഈ പല ഫെസ്റ്റിലും കാറൊക്കെ ഓഫർ ചെയ്യുന്നത് ഫസ്റ്റ് പ്രൈസ് കാറ്. അതെ പറഞ്ഞോളൂ സാർ. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ടിവിയുടെ വോളിയം കുറയ്ക്കാം. അപ്പൊ ഇതിനകത്ത് വരുന്ന സംഭവം എന്ന് വെച്ചാല് എന്റെ ഒരു സുഹൃത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് കാർ അടിച്ചു. പറഞ്ഞോളൂ സാർ. പറഞ്ഞോളൂ, കേക്കാം. കാർ അടിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പാവപ്പെട്ടവരായിരുന്നു. പുള്ളി കാർ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് പാൻ കാർഡ് ഇല്ല, ഇൻഷുറൻസ്, ടാക്സ് എല്ലാം കൂടെ പുള്ളി തൊലഞ്ഞു. അപ്പൊ അതിന് നിങ്ങള് ചെയ്യാൻ റിക്വസ്റ്റ് പറഞ്ഞോളൂ. കാറും മറ്റ് പ്രസന്റേഷന്റെ കാര്യം ഒന്നീ ഗോൾഡ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ്. അത് ഒരു സജഷൻ ഞാൻ പറയുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും താങ്കൾ പറയുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം ഞാൻ ആലോചിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ കാറും നമ്മൾ സാധാരണ ഈ ഒന്നാം സമ്മാനം മെഴ്സീഡിയസ് ബെൻസ് കാർ എന്നൊക്കെ അനൗൺസ് ചെയ്യും. അവസാനം താങ്കൾ പറഞ്ഞതുപോലെ ഈ ചെല്ലുന്ന ആള് അവസാനം ഈ നടപടിക്രമങ്ങളിൽ കുരുങ്ങി ജീവിതത്തിൽ ഒരിക്കലും കാറിൽ കയറാത്ത അപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നാം സമ്മാനം 1 കോടി രൂപയാണ്, രണ്ടാം സമ്മാനം 20 ലക്ഷം രൂപയാണ്, മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതമാണ്. കാശായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പം തന്നെ ബാങ്കിൽ നിന്ന് ഐഡന്റിറ്റി കാർഡും ബാക്കി രേഖകളും കൊടുത്ത് കാശ് വാങ്ങിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട കാറോ അല്ലെ ബൈക്കോ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ശരി, താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു. ഈ സജഷൻ പറയുന്നതിന് മുമ്പേ നമ്മൾ ഈ പ്രോഗ്രാമിൽ പറഞ്ഞതാണ്. സർ പറഞ്ഞു കാരണം ഈ വലിയ വലിയ പ്രൈസസ് കൊടുക്കുന്നതിന് പകരം ക്യാഷിലേക്കും സ്വർണത്തിലേക്കും GKSF മാറി എന്നുള്ളത് അല്ലേ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം ആൾക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിനെ ഒന്നിച്ചു കൊണ്ടുപോവുക, സമഗ്രമായിട്ട് എല്ലാ രീതിയിലും എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വരേണ്ടത് ഇനി ഒരു എന്താ ഇനിയിപ്പോൾ GKSF ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വലിയൊരു സക്സസ് ആക്കി കേരളത്തിൻ്റെ ഒരു സക്സസ് ആവണമെങ്കിൽ എന്തൊക്കെയാണ് ഒന്ന് ഷോർട്ടായിട്ട് ഒന്ന് പറഞ്ഞു തന്നെ. അതായത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരു മെഗാമേളയാക്കി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലത്തെ ഒരു ഇവൻ്റാക്കി മാറ്റണമെങ്കിൽ ഈ സർക്കാർ, വ്യാപാര സ്ഥാപനങ്ങൾ, അതുപോലെ ബ്രാൻഡഡ് ഉൽപ്പന്ന നിർമ്മാതാക്കൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ ഈ സമയത്ത് ചില നികുതി ഇളവുകൾ പ്രഖ്യാപിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ കടകളിൽ പ്രത്യേകമായി ഒന്ന് അലങ്കരിച്ച്
നമ്മൾ നേരത്തെ പറയുന്ന പോലെ എന്താ പിന്നെ ഉപഭോക്താവാണ് രാജാവ് എന്ന് നമ്മൾ പറയുന്ന ഒരു കൺസ്യൂമർ അതിൻ്റെ ഒരു തിയറി പോലെ അവരെ ഒന്ന് ഹോസ്റ്റ് ചെയ്യാൻ, അവരോടൊന്ന് വളരെ പ്ലസൻ്റായി പെരുമാറാൻ, അവർക്കുള്ള ഓഫറുകൾ പറഞ്ഞു കൊടുക്കാൻ, മെറ്റീരിയൽസിനെ സംബന്ധിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു വ്യാപാരികളൊന്ന് തയ്യാറാകണം. പിന്നെ അതിനേക്കാൾ ഉപരി ഒരു പോസിറ്റീവ് എനർജിയോടെ ഇതിനെ സമീപിക്കണം. ഒരാളിനെ കാണുമ്പോൾ തന്നെ അയാളുടെ ഒരു എനർജി ഫീൽ ചെയ്യുകയാണ് നമുക്ക്. അപ്പം നേരത്തെ ഇപ്പോൾ ഒരാൾ സൂചിപ്പിച്ചതുപോലെ ഒരു നേർച്ച നടത്തുന്നതിനപ്പുറത്തേക്ക് ഇത് നമ്മുടെ കൂടി ആവശ്യമാണെന്നുള്ളൊരു ഓണർഷിപ്പോടുകൂടി അവർ തയ്യാറാവണം. അങ്ങനെ തയ്യാറായാൽ തീർച്ചയായും മൂന്നാമതായി നമ്മളാണ് ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റ്. അപ്പോൾ സ്വാഭാവികമായും ഈ വ്യാപാര സ്ഥാപനങ്ങൾ തീരുമാനിക്കുന്നത് പോലെ ഉൽപ്പന്ന നിർമ്മാതാവ് വഴങ്ങേണ്ടി വരും. അവന് ഉൽപ്പന്നങ്ങൾക്ക് ഡിസ്കൗണ്ടുകൾ തരും, പല കാര്യങ്ങളും ചെയ്യും. അപ്പം അയാൾ കൂടി ഇതിൽ പങ്കാളിയാവും. അപ്പോൾ അങ്ങനെ പങ്കാളിയായി ഇതിനെ എന്താ പറയുന്നത് ഒരു ഹൃദയത്തിലേറ്റി ഒന്ന് നമ്മൾ സാറിന് പറയുന്നത് നെഞ്ചോട് ചേർത്ത് വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനൊരു നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു വ്യാപാരമേളയാക്കിയാൽ തീർച്ചയായും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്ന, അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ ഈ സീസണിൽ കേരളത്തിലേക്ക് വരുന്ന ഒരു വ്യാപാരോത്സവമായി തീർച്ചയായിട്ടും മാറും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ ജീവനക്കാർക്കും അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും ആ സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇതായി മാറട്ടെ എന്നും കൂടി ആഗ്രഹിക്കുന്നു. സാറിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ മോർ.